Good morning. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എവിടെ വരെ എടുത്തിരുന്നത്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞായിരുന്നല്ലോ. കംപ്ലീറ്റ് ആയില്ലായിരുന്നു അത്? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ ഒരു പിക്ചർ തുടങ്ങി. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ് തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, ആ പിക്ചേഴ്സ് ഹാർഡ്വെയർ തുടങ്ങി. ശരി, ഓക്കെ. ഓക്കെ, നോക്കിയേ, ഇപ്പൊ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞു. ഏതൊക്കെയാണ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിൽ വരിക? ആ ഒരു പിക്ചർ കണ്ട് നോക്കി പറഞ്ഞു എന്തൊക്കെ ഉണ്ടാവും അതില്. ഒരു കമ്പ്യൂട്ടർ ആകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? മോണിറ്റർ ഉണ്ടാവും, മൗസ് ഉണ്ടാവും, പ്രിന്റർ ഉണ്ടാവും, സ്പീക്കർ ഉണ്ടാവും, പവർ സപ്ലൈ, GPU എന്ന് പറയുന്നത് ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് കേട്ടോ, GPU, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, മദർ ബോർഡ്, പ്രോസസർ, ദെൻ കമ്പ്യൂട്ടർ കീസ്, കീബോർഡ്, ഇങ്ങനെയുള്ള എല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നവയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് കേട്ടാ അറിയാലോ, ഓൾമോസ്റ്റ് മിക്ക ഭാഗങ്ങളും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളവ തന്നെയാണ് അല്ലെ? ചിലത് മാത്രമേ നമുക്ക് പരിചയമില്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കണ്ടും കേട്ടും ഒക്കെ പരിചയമുള്ളവയാണ് അല്ലെ? അപ്പൊ അതിന്റെ ഭാഗങ്ങളായിട്ടാണ് ഇതൊക്കെ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഘടകങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ is a physical component of a computer like the central processing unit, CPU, memory, storage device, input or output device and motherboard. ഒരു ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഘടകങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്നത് ഇപ്പൊ ഒരു CPU ആയിക്കോട്ടെ, ഒരു മെമ്മറി, ഒരു സ്റ്റോറേജ് ഡിവൈസ്, ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ, ഇത് മദർ ബോർഡ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും ടച്ച് ചെയ്യാനും നമുക്ക് പ്രവർത്തിപ്പിക്കാനും സാധിക്കും അല്ലെ? അതെ, നമുക്ക് എന്താണ്, നമുക്ക് കാണാനും പ്രവർത്തിപ്പിക്കാനും ടച്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഘടകങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് വിളിക്കുക. അതായത് CPU ആവാം, മെമ്മറി ആവാം, സ്റ്റോറേജ് ഡിവൈസുകളാവാം, ഇൻപുട്ട് ഡിവൈസുകളാവാം, ഔട്ട്പുട്ട് ഡിവൈസുകളാവാം, മദർ ബോർഡ്, അങ്ങനെയുള്ള ഭൗതിക ഘടകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുക? ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അടുത്ത വ്യത്യാസം വരുന്നത് എന്താ? സോഫ്റ്റ്വെയർ നമുക്ക് ഇങ്ങനെ തൊടാനോ കാണാനോ ഒക്കെ പറ്റുമോ? നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളാണ് അല്ലെ? ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളെയാണ് നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് തൊടാൻ പറ്റില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകള്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെയൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനെയൊക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
So programs are operating systems like that let make the computer able to perform tasks. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസോ ആപ്ലിക്കേഷൻസോ കൊടുത്തുകൊണ്ട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ സഹായത്തോടു കൂടി നമുക്ക് പലതരത്തിലുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികൾ കമ്പ്യൂട്ടറിന് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി സഹായിക്കുന്ന പ്രോഗ്രാമുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും ഒക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും രണ്ട് രീതിയിലായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ ഹാർഡ്വെയർ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസ് ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന പ്രോഗ്രാമുകൾ, ആപ്ലിക്കേഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ദിസ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളായിട്ടുള്ള വിൻഡോസ്. നിങ്ങൾക്കറിയാലോ, കേട്ടിട്ടില്ലേ വിൻഡോസ് എന്നുള്ള പേരൊക്കെ? വിൻഡോസ്, മാക്കോസ് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും, ലിനക്സ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, മൈക്രോസോഫ്റ്റ് ലിനക്സ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വേർഡ് പ്രോസസർ, വെബ് ബ്രൗസറുകള്, ഗെയിമുകള്, ഇതെല്ലാം എന്തിന് വരുന്നതാണ്? സോഫ്റ്റ്വെയറിൽ വരുന്നത്. അപ്പൊ ഹാർഡ്വെയറിന്റെ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം, സോഫ്റ്റ്വെയറിന്റെയും എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് രണ്ടും ക്ലിയർ ആണോ? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇനി പറയണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് CPUവിന്റെ കാര്യം അല്ലെ, പറഞ്ഞില്ലേ? CPU എന്താണെന്ന് അറിയപ്പെടുന്നത്? എന്താണ്? ബ്രെയിൻ അല്ലെ? CPU കമ്പ്യൂട്ടറിന്റെ ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ക്യാരിസ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ്, perform calculations and control data processing. ഇവിടെ നമുക്ക് ഒരു CPU അതായത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് എന്നറിയപ്പെടുന്നു. അതുവഴി CPU എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആയിട്ട് അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിയേ, ഈ ഒരു CPU വഴി നമുക്ക് പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ നടപ്പിലാക്കാൻ പറ്റും. ഡേറ്റാസ് കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുന്നതിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അടുത്തതാണ് മെമ്മറി. മെമ്മറി ഇതെല്ലാം നമ്മൾ ഓൾറെഡി മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. മെമ്മറി ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ഏതാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കും പെർമനന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസുകളും പഠിക്കും. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഇപ്പൊ മെമ്മറി എന്ന് പറഞ്ഞാല് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer stores data and instruction that are thoroughly used. ഇപ്പൊ നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റാസും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ കമ്പ്യൂട്ടറിൽ താൽക്കാലികമായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സ്പേസിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റാൻഡം ആക്സസ് മെമ്മറി. ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ, റാം അല്ലെ? റാൻഡം ആക്സസ് മെമ്മറി. അതിന്റെ എക്സ്പാൻഡ് ഫോം നോക്കി വെക്കണം കേട്ടോ. അത് ചോദിക്കാറുണ്ട്. റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാമിന്റെ എക്സ്പാൻഡ് ഫോം. ക്യാഷെ മെമ്മറി അതും അതുപോലെ തന്നെ നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറിയും ക്യാഷെ മെമ്മറിയും. ഇത് രണ്ടും മെമ്മറി അതായത് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള. നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രസന്റ് കറന്റ് യൂസ് ചെയ്യുന്ന നിലവിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും ഒക്കെ താൽക്കാലികമായിട്ട് സ്റ്റോറേജ് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് മെമ്മറി. അതിന് രണ്ട് എക്സാമ്പിളുകളുണ്ട്, റാൻഡം ആക്സസ് മെമ്മറിയും ക്യാഷെ മെമ്മറിയും. ക്ലിയർ ആണോ മെമ്മറി? വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ക്ലിയർ ആണോ? മെമ്മറി വരെയും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയാം. എന്താണ് റിപ്ലൈ ഇല്ലാതെ? മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് മിസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലെ? എക്സാമ്പിൾ ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്ക് ഒക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകൾ? നമുക്ക് ഇതാണ് എന്തുകൊണ്ടാണ് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അല്ല, അതിന്റെ ഡേറ്റാസും
പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പ്യൂട്ടർ ഓഫ് ആയി പോയാൽ പോലും നമുക്ക് പിന്നീട് അത് റിട്രീവ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കാനും സാധിക്കും. ദീർഘകാലത്ത് നമുക്ക് ഒരുപാട് ലോങ് ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകളായിട്ടുള്ള ഹാർഡ് ഡിസ്ക് വഴി അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ വഴി നമുക്ക് സാധിക്കുന്നത്. അതാണ് സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിവൈസുകളിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് ഡേറ്റാസും പ്രോഗ്രാമുകളും കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിളുകളും കൊടുത്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകള്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഇതൊക്കെ ജസ്റ്റ് ഒരു 1-2 എക്സാമ്പിളുകൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പല എക്സാമ്പിളുകളും ഇതിന്റെ കൂടെ ചേർത്ത് എഴുതാം അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളുകളിൽ നിന്നായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സ്റ്റോറേജ് ക്ലിയർ ആണോ? സ്റ്റോറേജും അതുപോലെ തന്നെ മെമ്മറിയും തമ്മിൽ മാറിപ്പോവാതെ നോക്കണം കേട്ടോ. അതാണ് ഇത്തിരി കൺഫ്യൂസിങ് ആവുന്നതും മാറിപ്പോവാൻ സാധ്യതയുള്ളത്. അടുത്തത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ. അത് പറയാലോ, ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും ഒക്കെ നമ്മൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലെ. These are devices used to interact with the computer. നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറഞ്ഞില്ല. അതിൽ എത്ര വേണമെങ്കിലും നമുക്ക് എക്സാമ്പിളുകൾ പറയാലോ അല്ലെ. കീബോർഡ് ആവാം, മൈക്ക് എന്നാണ് കേട്ടോ, അവിടെ മൈക്ക് എന്നാണ്. നിങ്ങളുടെ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ആക്കിയേക്കണം കേട്ടോ. കീബോർഡ്, മൈക്ക്, മോണിറ്ററുകള്, പ്രിന്ററുകള്, സ്കാനറുകള്, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ കണ്ടെത്തി പറയാം. ഇതിൽ കൊടുത്തിരിക്കുന്നവ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകളുടെ എക്സാമ്പിളുകളായിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. ലാസ്റ്റ് വണ്ണാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OS, software that control computer resources, control hardware devices, and provides a user interface for interacting with the computer. കമ്പ്യൂട്ടറുമായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ആ യൂസർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. അല്ലെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. ആ സോഫ്റ്റ്വെയർ വഴി നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സുകളെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നു, കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഡിവൈസുകളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ യൂസേഴ്സിന് കമ്പ്യൂട്ടറുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാർഗം കൂടി ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസും അതിന്റെ ഫങ്ഷൻസുമാണ്. ഇത്രയും ക്ലിയർ ആണോ? 7 എണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ക്വസ്റ്റ്യൻ വരാറുള്ള ഭാഗം കൂടിയാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെയും എക്സാമ്പിളുകൾ തന്നിട്ടുള്ളവ മാത്രം എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതിന്റെ ഫങ്ഷൻസും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണോ? അത് ഇനി പറയണോ? അത് റിപ്പീറ്റ് ചെയ്യണേ. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് നിങ്ങൾ പഠിച്ചതാണ് MS വേർഡ്, MS പവർ പോയിന്റ്, MS എക്സൽ പഠിച്ചിട്ടില്ലേ? മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് എക്സൽ പഠിച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ ഇല്ലേ? നമ്മൾ 10th ആണെങ്കിലും നമ്മുടെ എക്സാം റൈറ്റ് ചെയ്ത എക്സാമുകൾക്കൊക്കെ ഇത് ചെയ്ത് നമ്മൾ എന്തെങ്കിലും പ്രസന്റേഷൻസ് ഒക്കെ കാണിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഒന്നാമത്തേതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇത് 3 നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലില് ഇതിന്റെ ആപ്ലിക്കബിലിറ്റിയും ഒക്കെ നമ്മൾ ഇതിൽ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ MS വേർഡ് എന്ന് പറയും അല്ലെ, നമ്മൾ ഷോർട്ടായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ MS വേർഡ്. അപ്പൊ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിന് ഹോസ്പിറ്റലിൽ എങ്ങനെ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ഇതിന്റെ കീഴിൽ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ 3 എണ്ണത്തിനെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് വേർഡ്. നോക്കി, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? എല്ലാത്തിന്റെയും ഇത് പറയാം. ഫസ്റ്റ് സെന്റൻസുകൾ വരുന്നത് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? അപ്പൊ തന്നെ അറിയാലോ അല്ലെ. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് എത്താം, ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ അതിൽ ഓൾറെഡി ആ വേർഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. ആൻഡ് പെർമിറ്റ് യൂസർ ടു ക്രിയേറ്റ്. ഈ ഒരു വേർഡ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാറ്? അതറിഞ്ഞാലോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ MS വേർഡ് ഉപയോഗിക്കാറ്?
ഒരു പർപ്പസ് ഉണ്ടാവില്ലേ അത് ഉപയോഗിക്കുന്നതിന്റെ. എന്തൊക്കെ നമുക്ക് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതിലൂടെ? ഒരു റിപ്പോർട്ട് ആവാം, ഒരു ലെറ്റർ ആവാം, അല്ലെ, ഒരു റെസ്യൂം ആവാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പല ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കാനും സാധിക്കും, ഇല്ലേ? അത് തന്നെയാണ് ഈ ഒരു വേർഡിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് പെർമിറ്റ് ദ യൂസർ ടു ക്രിയേറ്റ്, edit, format, save documents for different purposes like writing report. ഇപ്പൊ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാവാം, ലെക്ചറുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയാവാം, റെസ്യൂംസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതിനോ അത് തയ്യാറാക്കുന്നതിന് അത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഫോർമാറ്റിംഗ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വേർഡിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. Here are some important features and functionalities of Microsoft Word. ഇനി താഴെ പറയുന്നവർക്ക് MS Word അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സും അതിന്റെ പ്രവർത്തനങ്ങളുമാണ് താഴെ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്ത് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു 10 സെന്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. ആണോ? ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആണോ? ഇപ്പൊ ഒരു വെബിനാർ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്ക് പോലും അത് എളുപ്പത്തിൽ മനസ്സിലാക്കി ചെയ്യാൻ പറ്റില്ലേ? എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്ക് മാത്രമേ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. ഉണ്ടോ അങ്ങനെ? ഉണ്ടോ? നമുക്കല്ല. നമുക്ക് ഒരിത്തിരി നേരം അതിനൊന്ന് മെനക്കിട്ടിരുന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താല് ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ സൗഹൃദപരമായിട്ട് നമുക്ക് അതുമായിട്ട് ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് MS Word എന്ന് പറയുന്നത്, അല്ലേ? ആണോ? ചെയ്ത ആൾക്കൊന്ന് പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും റെസ്യൂമോ കാര്യങ്ങളോ ഒരുപാട് സമയം എടുത്തില്ല, അല്ലെ? നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരാൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേജ് എടുത്ത് നമ്മൾ സ്വയം ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം നമുക്ക് ചെയ്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സമയം ചെലവഴിച്ച് ചെയ്യേണ്ടതായിട്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതിലൂടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. Microsoft Word offers a user friendly and intuitive interface, making it reachable to both beginners and experienced users. നമുക്ക് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപഭോക്താക്കൾക്ക് വളരെ സൗഹൃദപരമായിട്ട് ഇതുമായിട്ട് ഇടപെടലുകൾ നടത്താനായിട്ട് സാധിക്കുകയും അതുപോലെ ഒരു ബിഗിനർ ആയിക്കോട്ടെ, ആരംഭിക്കുന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനർ ആവാം, അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂസർ ആണെങ്കിലും ഇത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് സാധിക്കും. The toolbar and ribbon provide quick entry to different formatting and editing options. അതിന് കൃത്യമായിട്ട് മുകളിൽ ടൂൾ ബാറുകൾ കൊടുത്തിട്ടുണ്ടാവും, റിബണുകൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? അതൊക്കെ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ടാബുകള്, ടൂൾ ബാർസ്, അതുപോലെ റിബണുകള്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ഓപ്ഷനുകൾ അതിൽ നിന്നെടുത്ത് ആ ഒരു ഡോക്യുമെന്റിനെ പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലേ? നിങ്ങൾ ചെയ്യാറില്ലേ? പല ടൂൾസ് ആഡ് ചെയ്ത് പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്തല്ലേ നമ്മൾ ആ ഒരു ഡോക്യുമെന്റ്സ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തത്, അല്ലേ? ആണോ? ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആണോ? അപ്പൊ ചെയ്യുന്നതൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വേർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോ എങ്ങനെ ഇതാക്കിയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്, അതിന്റെ പേജ് ഇപ്പൊ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു പേജ് കണ്ടിട്ടില്ലേ എല്ലാവരും? കണ്ടിട്ടുണ്ടോ? നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു പേജ് അല്ലേ ഇങ്ങനെ? ഒരു പ്ലെയിൻ പേപ്പർ പോലത്തെ ഒരു പേജ്, പ്ലെയിൻ പേജ് ആയിരിക്കും, അല്ലെ? അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നോക്കിയപ്പോ the toolbars and ribbon provide quick entry to different formatting and editing options. പല ഫോർമാറ്റിംഗ് എഡിറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ആ ടൂൾ ബാർ, റിബൺ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ക്ലിയർ ആണോ? അത് ഫസ്റ്റ് പോയിന്റ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്തുകൊണ്ടാണ് പറയുന്നത്? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തത് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെ? യൂസർ ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്സ് ഫ്രം സെർച്ച് എന്നാണ് കേട്ടോ അവിടെ. സെർച്ച് ഓർ ചൂസ് ഫ്രം എ റേഞ്ച് ഓഫ് ടെംപ്ലേറ്റ്സ് പ്രൊവൈഡഡ് ബൈ വേർഡ്. ഇപ്പൊ നിങ്ങൾ വേർഡിലൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ?
അതായത് പ്രീ പ്ലാൻഡ് ആയിട്ട് മുൻകൂട്ടി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. നമ്മൾ പുതിയതായിട്ട് കുറെ അധികം ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് ആ ടെംപ്ലേറ്റിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല ബോർഡർ ലൈനിലുള്ളതാണെങ്കിൽ അങ്ങനെ എടുക്കാം. കണ്ടിട്ടില്ലേ ഓപ്ഷൻസ്? കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് സിലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റുകളിലൂടെ അത് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ആവശ്യമുള്ളത് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഡോക്യുമെന്റ്സ് എളുപ്പത്തിൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ചെയ്യണം, അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു പാരഗ്രാഫ് ആയിട്ടാണ് നമുക്ക് അവിടെ ടെക്സ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. മുകളിൽ ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെ? അങ്ങനെ പല രീതിയിൽ ടെക്സ്റ്റുകൾ തയ്യാറാക്കാം. ഇനി ഒരു പാരഗ്രാഫ് ആയിട്ട് വേണമെങ്കിൽ ആ പാരഗ്രാഫുകളായിട്ട് തന്നെ നമുക്ക് എഴുതാം. ഇനി പേജ് വൈസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. അതുപോലെ പെർമിറ്റിംഗ് യൂസർ ടു കസ്റ്റമൈസ് ദ അപ്പിയറൻസ് ഓഫ് ദിയർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, ആ ഒരു ഡോക്യുമെന്റ് എങ്ങനെ നമുക്ക് അപ്പിയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രദർശിപ്പിക്കണം, അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലേ? അല്ലാതെ അവിടെ ഉള്ള ഒറ്റ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാത്രം അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു മാറ്റവും വരുത്താണ്ടല്ല ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് എങ്ങനെ വരണം എന്ന് നമ്മൾ വിചാരിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് അതിൽ വരുത്താൻ പറ്റും, ഇല്ലേ? ഇപ്പൊ വേണമെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ബ്ലാക്ക് മാറ്റി വേറെ കളറിലോട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും രീതിയിൽ അലൈൻമെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോണ്ടിന്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇല്ലേ? അങ്ങനെ പല രീതിയിലും നമുക്ക് ആ ഒരു ഡോക്യുമെന്റിനെ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതാണ് ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഓക്കെ. മൂന്നാമത്തത് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. അതായത് the Microsoft Word support collaboration features, making multiple users able to work on a document at the same time. അതായത് ഒരേ സമയത്ത് തന്നെ ഒരേ സമയത്ത് ഒരു ഡോക്യുമെന്റ് പല യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് വേർഡ് സപ്പോർട്ട് കൊളാബറേഷൻ ഫീച്ചേഴ്സ്. ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു കൊളാബറേഷന് വേണ്ടി ഈ ഒരു വേർഡ് അത് അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതേ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിനെ പല യൂസേഴ്സിന് ഒരുമിച്ച് അതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. യൂസേഴ്സ് ക്യാൻ ട്രാക്ക് ചേഞ്ചസ്. അപ്പൊ അവിടെ വരുത്തുന്ന ആ ഒരു ഡോക്യുമെന്റിൽ വരുത്തുന്ന ചേഞ്ചസുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പൊ കമന്റ്സ് ഇടണമെങ്കിൽ കമന്റുകൾ കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ വരുന്ന അതായത് പല യൂസറുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് വരുന്ന ആ പറയുന്ന എഡിറ്റ്സ്, എന്തൊക്കെ എഡിറ്റുകളാണോ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തിയിരിക്കുന്നത് അതൊക്കെ മെർജ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. Then documents can also be simply shared via email, cloud storage services or by creating link. നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് എളുപ്പത്തിൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ലേ? ഇപ്പൊ ഒരു ഇമെയിൽ വഴി നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസുകൾ വഴി നമുക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെയും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡോക്യുമെന്റ്സ് മറ്റുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പൊ കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗിൽ പറയുന്നത്, കൊളാബറേഷൻ എന്ന് പറഞ്ഞാല് ഈ ഒരു ഡോക്യുമെന്റ് സെയിം ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഇതിൽ വർക്ക് ചെയ്യാനും അതിന് മാറ്റങ്ങൾ വരുത്താനും, ആ മാറ്റങ്ങൾ വരുത്തിയാൽ എത്രത്തോളം എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചേഞ്ചസ് നടത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. കമന്റ്സ് ഇടാൻ സാധിക്കും. അതിനനുസരിച്ച് ഈ മാറ്റം വരുത്തിയ എഡിറ്റിംഗ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് മെർജ് ചെയ്ത് പുതിയൊരു ഡോക്യുമെന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് നമുക്ക് എളുപ്പത്തിൽ ഇമെയിലിലൂടെയോ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തോ ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകളിലൂടെയോ നമുക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ക്ലിയർ ആണോ? കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. Okay. Then അടുത്തത് rich formatting options. Word provides a lot of formatting option for text. ഇപ്പൊ നമുക്കറിയാം ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു വേർഡിൽ ഒരു ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെ? ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫോണ്ടിന്റെ സ്റ്റൈലിന് പല ഓപ്ഷൻസ് ഇല്ലേ? ഏത് സ്റ്റൈല് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ, അല്ലെ? ഏത് സൈസ് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം, അല്ലെ? അതുപോലെ തന്നെ ഏത് കളർ വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം, ഏത് എഫക്റ്റ് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഈ വേർഡ് നമുക്ക് തരുന്നുണ്ട്.
Then users can apply formatting to paragraph. അതുപോലെ തന്നെ നമുക്ക് പാരഗ്രാഫിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലേ, ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റില്ലേ? ലൈൻ സ്പേസിംഗ് കൂട്ടണോ കുറയ്ക്കണോ അത് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ ടെക്സ്റ്റ് എങ്ങനെ അലൈൻമെന്റ് ചെയ്യണം അത് ചെയ്യാൻ പറ്റും അല്ലെ. ബുള്ളറ്റ് പോയിന്റോ നമ്പറോ കാര്യങ്ങളോ ഇടണമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ടൂളുകൾ MS Word നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Next പറയുന്നത് it also offers modern features such as headers and footers, tables and styles for consistent document formatting. അതുപോലെ തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് നല്ല രീതിയിൽ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഹെഡറുകൾ ആഡ് ചെയ്യാറുണ്ട്, ഫൂട്ടേഴ്സ് ആഡ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ പേജ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ മുകളിൽ നമുക്ക് ഹെഡർ ഉപയോഗിക്കാം, താഴെയാണെങ്കിൽ ഫൂട്ടർ ഉപയോഗിക്കാം ഇല്ലേ, ചെയ്തിട്ടില്ലേ? അതുപോലെ ടേബിളുകൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇല്ലേ. പലതരത്തിലുള്ള സ്റ്റൈലുകൾ നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് മോഡേൺ ഫീച്ചേഴ്സും ഈ പറയുന്ന രീതിയിൽ വേർഡിൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. കണ്ടിട്ടില്ലേ, നമ്മള് വേർഡിൽ ഒരു വേർഡ് അടിക്കുമ്പോ അതിലെന്തെങ്കിലും തെറ്റ് വന്നാൽ അതിന് താഴെ എന്ത് ചെയ്യും? റെഡ് കളറിൽ ഇങ്ങനെ മാർക്കിംഗ് വരും. കണ്ടിട്ടുണ്ടോ? അത് സ്പെൽ ചെക്ക്, ഓട്ടോമാറ്റിക്കലി അത് സ്പെൽ ചെക്ക് ചെയ്യുന്നതാണ്. കണ്ടിട്ടില്ലേ? അത് സ്പേസ് ഇല്ലാതെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ എന്ത് ചെയ്യും? കളർ വന്നുകൊണ്ടിരിക്കും അല്ല, ആ ഒരു വേർഡിന്റെ താഴെ അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഒരു സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ ആണ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. The word consists of built-in spelling and grammar checking tools. ഓൾറെഡി ആ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ ഓൾറെഡി അത് ബിൽഡ് ചെയ്തപ്പോൾ തന്നെ നിർമ്മിച്ചപ്പോൾ തന്നെ ഉള്ളതാണ് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനും ഗ്രാമർ ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ടൂൾസ് അതിൽ ഉണ്ടായിരിക്കും. ടു മേക്ക് യൂസർ ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് എറർസ്. ഇപ്പൊ നമുക്ക് നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ വേർഡുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ അതിനെ കൃത്യമായിട്ട് യൂസറിനെ കണ്ടെത്താനും കറക്റ്റ് ചെയ്യാനും ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. Then it underlines misspelled words. മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡ്സ് ആവാം, അതിന്റെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും അല്ലെ. റെഡ് കളറിൽ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വരും. അപ്പൊ അത് എന്താണ്? സജസ്റ്റ് ചെയ്യാണ്, കറക്ഷൻസ് ആവശ്യമാണ് എന്നൊരു നിർദ്ദേശമാണ് നമുക്ക് അതിലൂടെ തരുന്നത്. വിച്ച് എൻഷുവർ ദ ആക്യുറസി ഓഫ് റിട്ടൺ കണ്ടന്റ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഡോക്യുമെന്റിൽ എഴുതുന്ന ആ റിട്ടൺ കണ്ടന്റിന്റെ ആക്യുറസി അല്ലെങ്കിൽ കൃത്യത, ആ ഒരു കൃത്യത വളരെ നല്ല രീതിയിൽ നമുക്ക് ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതവിടെ വരികയാണ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതവിടെ കറക്റ്റ് ചെയ്യണം എന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുകയും അത് കറക്റ്റ് ആക്കുകയും നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് പുറത്തേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ കിട്ടുകയും ചെയ്യും. ഓക്കെ ആണല്ലോ സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. അടുത്തത് ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. എന്നുവെച്ചാൽ എന്താ? യൂസർ ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഇൻ ടു ദെയർ ഡോക്യുമെന്റ് ഇല്ലേ. നമുക്ക് പലതരത്തിൽ ആ ഡോക്യുമെന്റിൽ ഒരു ഇമേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ, എന്തെങ്കിലും ഒരു ഷേപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും ഒരു ചാർട്ട് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ടേബിൾ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ഇല്ലേ. ആൻഡ് നോട്ട് പെർമിറ്റ് റീസൈസിങ് പൊസിഷൻ. ഇതിപ്പോ ഈ ആഡ് ചെയ്ത ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു പിക്ചറോ ഭയങ്കര വലിയ സൈസ് ആണ് വിചാരിക്കാം, നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? റീസൈസിങ് ചെയ്യാൻ പറ്റില്ലേ? ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്തത് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. പറ്റാറില്ലേ? ചിലപ്പോൾ നമുക്ക് നടുക്ക് വേണ്ട, ഒരു സൈഡിലാണ് നമുക്ക് അതിന്റെ പൊസിഷൻ വരേണ്ടതെങ്കിൽ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാലോ അല്ലേ. ആ ഈ ഒബ്ജക്റ്റുകളെ മറ്റെന്തെങ്കിലും രീതിയിൽ ഫോർമാറ്റിംഗ് വരുത്തണം. ചിലപ്പോൾ വേണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബോർഡർ കൊടുക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫോർമാറ്റും ഈ പറഞ്ഞ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്യാം. മേക്കിംഗ് ഇറ്റ് ഈസി ടു ഇംപ്രൂവ് ദ വിഷ്വൽ അപ്പീൽ ഓഫ് ഡോക്യുമെന്റ്സ്. അതായത് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഡോക്യുമെന്റിനെ ദൃശ്യവൽക്കരണം കുറച്ചുകൂടി ആകർഷണീയമാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ സഹായകമാകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ്, വെറുതെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിൽ കുറച്ചും കൂടി ആകർഷണീയത തോന്നുന്നത് എങ്ങനെയാണ്? അതിൽ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്ത്, ടേബിളുകൾ ആഡ് ചെയ്ത് അല്ലെ, അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിംഗ് വഴി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുകയാണെങ്കിൽ അത് അവിടെ ആ ഒരു വിഷ്വൽ അപ്പീൽ, ആ ഡോക്യുമെന്റിന്റെ ആ ഒരു ആകർഷണീയത കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായകമാണ്.
Clear ആണോ? ലാസ്റ്റ് വരുന്നതാണ് templates and themes. The word provide a wide range of templates and themes for various documents type. പല തരത്തിലുള്ള ഡോക്യുമെന്റ്സിന് അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റുകൾ തീമുകളൊക്കെ നമ്മുടെ വേർഡിൽ കിട്ടും. അതായത് ഇപ്പൊ ഒരു റെസ്യൂം തയ്യാറാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെറ്റർ തയ്യാറാക്കണമെങ്കിൽ, ഒരു ഫ്ലയർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രിന്റ് ചെയ്തെടുക്കുന്ന അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് ഒക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു നോട്ടീസോ കാര്യങ്ങളോ ഒക്കെ തയ്യാറാക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തയ്യാറാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഓൾറെഡി പ്രീ പ്ലാൻഡ് ആക്കി ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റുകൾ നമുക്ക് ഈ വേർഡിൽ അവൈലബിൾ ആണ്. തീമുകളും ഉണ്ടായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്താൽ അതിൽ ഏത് റേഞ്ചിൽ ഒരു റെസ്യൂം തയ്യാറാക്കണമെങ്കിൽ ഏത് ഫോർമാറ്റിലുള്ള റെസ്യൂം വേണമോ അതിനനുസരിച്ചുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് വേണ്ട ഇടങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിലൂടെ കിട്ടുന്നത്? ടെംപ്ലേറ്റ് ഓഫ് പ്രീ ഡിസൈൻഡ് ലേഔട്ട്സ് ആൻഡ് ഫോർമാറ്റ്. മുൻകൂട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള രൂപരേഖകളാണ്, ഫോർമാറ്റ് നോക്കിയാണ് നമുക്ക് ആ ഒരു ടെംപ്ലേറ്റിലൂടെ കിട്ടുക. സോ ദാറ്റ് സേവ് ടൈം ആൻഡ് എഫേർട്ട് ഫോർ യൂസർ. ഇത് മുഴുവൻ ഇരുന്ന് ഉണ്ടാക്കേണ്ട ആ ഒരു സമയവും എഫേർട്ടും ഒക്കെ ആ ഒരു യൂസറിന് കുറയ്ക്കാൻ പറ്റില്ലേ? ഇല്ലേ? എളുപ്പത്തിൽ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു ടെംപ്ലേറ്റ് കിട്ടുമ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ മുഴുവൻ ഈ ഒരു ഫോർമാറ്റ് ചെയ്തെടുക്കേണ്ട ആ ഒരു സമയമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് ഓൾറെഡി പ്രീ ഡിസൈൻഡ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ആ ഒരു യൂസറിന്റെ ടൈമും എഫേർട്ടും ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. 7 എണ്ണം നമ്മൾ എന്തിന്റെയാണ് പറഞ്ഞത്? MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ആ പിക്ചർ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ ഒരു വേർഡിന്റെ ഒരു പിക്ചർ ആണ്. അപ്പൊ അത് നിങ്ങൾ എന്തെങ്കിലും കാണാത്തവരോ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കി ഒന്ന് വെക്കാം. ഈ ഒരു പേജ് ആയിരിക്കും നമ്മൾ തുറക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡോക്യുമെന്റ്സ് സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്യാം, ടെംപ്ലേറ്റ്സ് എടുക്കാം, തീമുകൾ എടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് അല്ലേ. ഇനി ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്തിനു ഉപയോഗിക്കുന്നു, എന്തിനാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ക്ലിയർ ആണോ? തുടങ്ങാൻ നമുക്ക് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഇതാണ് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഭാഗം കേട്ടോ. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഏതൊക്കെ ഓരോന്നിനും എന്തൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, MS വേർഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, പവർ പോയിന്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് എക്സൽ എന്തിനു ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നോക്കി, ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് റെക്കോർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് permit the healthcare professional to keep electronic patient record. നമുക്കറിയാം പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനായിട്ട്, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അവർക്ക് പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത്, these records consist of patient demographic, medical history, test result, diagnosis, treatment plans and progress note. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്ന പറയുന്നത്? പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ പേര്, അഡ്രസ്, അല്ലെ, ഫോൺ നമ്പറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടായിരിക്കും, രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ട്രീറ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ടായിരിക്കും, പ്രോഗ്രസ് നോട്ടുകളും ഈ ഒരു ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡുകളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽത്ത് പ്രൊഫഷണലിനെ എന്തിലൂടെയാണ് സഹായിക്കുന്നത്? മൈക്രോസോഫ്റ്റ് വേർഡിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Then words formatting option enable the organization and customization of patient information for easy reference and retrieval. നമുക്ക് ഈ ഒരു വേർഡില് പല ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷന് വരുന്ന മാറ്റം, അതായത് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, പിന്നെയും അവർ കാണാനായിട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് കൊടുത്ത് കസ്റ്റമൈസ്
ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യൻസിന് എല്ലാ ഇൻഫർമേഷനും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ആ ഈസി റെഫറൻസ് നമുക്ക് പിന്നീട് നമുക്ക് എളുപ്പത്തിൽ ഇത് റെഫറൻസിന് വേണ്ടി എടുക്കാം, അല്ലെങ്കിൽ പിന്നീട് ആ ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അത് വീണ്ടെടുക്കാൻ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും എളുപ്പത്തിൽ റെഫറൻസിന് വേണ്ടിയോ വീണ്ടെടുക്കാനോ ഒക്കെ സഹായകമായിട്ടുള്ള ഒന്നാണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ സഹായിക്കുന്നത് MS Word ആണ്. ക്ലിയർ ആണോ? ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ആപ്ലിക്കബിലിറ്റി ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. The physician and other healthcare providers can use Word to create medical reports, referral letters, discharge summaries and other clinical correspondence. എന്ന് വെച്ചാൽ എന്താ, ഒരു ഫിസിഷ്യൻസിനോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം, റെഫറൽ ലെറ്ററുകൾ തയ്യാറാക്കാം, ഡിസ്ചാർജ് സമ്മറികൾ തയ്യാറാക്കാം, മറ്റ് ക്ലിനിക്കൽ പരമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഈ കത്തിടപാടുകൾ കാര്യങ്ങളൊക്കെ ഇതുവഴി അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് വൺ ഓക്കെ അല്ലേ? തേർഡ് വൺ ആണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ SOPs എന്ന് പറയുന്നത് അല്ലെ. Word is useful for generating and updating the SOPs within hospital. ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന ആ കൃത്യമായിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യാൻ തയ്യാറാക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനും ഈ വേർഡ് വളരെ യൂസ്ഫുൾ ആണെന്ന് പറയുന്നത്. ദീസ് ഡോക്യുമെന്റ് ഈ ഒരു SOP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കുകയും അപ്ഡേറ്റ് ചെയ്യുന്നതും നമ്മുടെ വേർഡ് ഉപയോഗിച്ചാണ്. ഇനി ഈ ഡോക്യുമെന്റ്സ് ഫ്രെയിം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഫോർ വേരിയസ് പ്രോസസ്സസ്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്, ഒരു പ്രക്രിയ, അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ് നടക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്യുമെന്റേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതിലൂടെ ആയിരിക്കണം ആ ഒരു പ്രോസസ്സ് നടത്തേണ്ടത്. അതുപോലെ ഇപ്പോ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, മരുന്നുകള് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കുറെ ഡയറക്ഷൻസ് നിർദ്ദേശങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആദ്യം ഇന്ന കാര്യങ്ങൾ ചെയ്തായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ ഒരു എമർജൻസി റെസ്പോൺസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ആണെങ്കിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട നിർദ്ദേശങ്ങളാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വഴി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ഡോക്യുമെന്റുകളിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വേർഡ് ആണ്. ഓക്കെ അല്ലേ? തേർഡ് വൺ. Then നാലാമത്തത് educational material. Word can be used to expand educational materials for patients like brochureകൾ. അതായത് പേഷ്യൻസിന് എന്താണ് എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്ന അറിവുകൾ കൊടുക്കാൻ പറ്റുന്ന പല പല രോഗങ്ങളെ കുറിച്ചാവാം അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിനെ കുറിച്ചാവാം അതൊക്കെ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ബ്രോഷർ ആയിക്കോട്ടെ, ഹാൻഡ് ഔട്ട്സ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ആയിട്ടുള്ള ലീഫ്ലെറ്റുകൾ ആയിക്കോട്ടെ, ഇപ്പൊ നോട്ടീസ് പോലുള്ള ബ്രോഷർ പോലുള്ള അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ നൽകുന്ന രീതിയിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്രോഷറുകളോ ഹാൻഡ് ഔട്ട്സോ ലീഫ്ലെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് തയ്യാറാക്കി നൽകണമെങ്കിൽ അത് എന്തിന്റെ സഹായത്തോടു കൂടിയാ ചെയ്യാൻ പറ്റുന്നത്? വേർഡിന്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാം. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ക്യാൻ ജനറേറ്റ് വിഷ്വലി എൻഗേജിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡോക്യുമെന്റ് ടു ടീച്ച് പേഷ്യൻസ് അബൌട്ട് വേരിയസ് മെഡിക്കൽ കണ്ടീഷൻസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, പ്രിവെന്റീവ് മെഷേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഈ പറയുന്ന ഒരു വേർഡ് ഇപ്പൊ നമ്മളൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ബ്രോഷർ തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പലതരത്തിലുള്ള വിഷ്വലി എൻഗേജ്ഡ് ആവുന്നത്, ഇത് അവർക്ക് വായിക്കുന്ന ആ
പേഷ്യന്റിന് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് അവരെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് അതിനെ ആകർഷകമാക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഇമേജുകളോ കാര്യങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ്. അതായത് അതിലൂടെ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ മെഡിക്കൽ കണ്ടീഷൻ നമുക്ക് ഉൾപ്പെടുത്താം. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഉൾപ്പെടുത്താം. പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് ഉൾപ്പെടുത്താം. നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കൃത്യമായിട്ട് പേഷ്യൻസിനെ ടീച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ അതിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് ഈ ഒരു വേർഡിന്റെ സഹായത്തോടു കൂടി ഹെൽത്ത് പ്രൊഫഷണലിന് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തതാണ് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ് പറയുന്നത്. അതായത് back of the creation of research papers, case studies and scientific articles. അതായത് ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലുകളിലാകുമ്പോൾ പലതരത്തിലുള്ള റിസർച്ചുകൾ നടത്താറുണ്ട്. അവരതിന്റെ കണ്ടെത്തലുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട് ഇല്ലേ? പല ആർട്ടിക്കിൾസിൽ പബ്ലിഷ് ചെയ്ത് വരാറുണ്ട് ഇവരുടെ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെ? ഇവിടെയും ഈ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസർച്ചുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ തയ്യാറാക്കാൻ പറ്റും. കേസ് സ്റ്റഡീസ് ആണ് ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കേസ് എടുത്തിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനോ അതിന്റെ കണ്ടെത്തലുകൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാനും സാധിക്കും. അതുപോലെ സയന്റിഫിക് ആർട്ടിക്കിളുകൾ ഉണ്ടാക്കാനും നമുക്ക് ഈ ഒരു വേർഡ് സഹായകമാണ്. അടുത്ത ലാസ്റ്റ് വൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. അതായത് ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് ദാറ്റ് ഇംപ്രൂവ് മെമ്മോസ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മോസ് തയ്യാറാക്കും, മീറ്റിംഗ് മിനിറ്റ്സുകൾ തയ്യാറാക്കും. അതുപോലെ പോളിസികൾ തയ്യാറാക്കണമെങ്കിൽ, ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കണമെങ്കിലൊക്കെ ഹോസ്പിറ്റൽസിന് ഈ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് തയ്യാറാക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ആ ഒരു 6 ആപ്ലിക്കബിലിറ്റി നമ്മൾ പറഞ്ഞത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അത് എന്തായാലും ഈ ആപ്ലിക്കബിലിറ്റി നിർബന്ധമായിട്ടും അത് ആ ഒരു 6 പോയിന്റ് എന്താണ് എന്നുള്ളതൊന്ന് നോക്കി വെക്കാം. അതിനുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പക്ഷെ നിർബന്ധമായിട്ടും ആ 6 ആപ്ലിക്കബിലിറ്റി ഓരോന്നും കുറച്ച് ബ്ലാക്ക് ആയിട്ട് നമ്മൾ എടുത്ത് ഹെഡിങ് പോലെ കൊടുത്തിട്ടില്ലേ? അപ്പൊ ആ 6 നിർബന്ധമായിട്ടും ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇവിടെ വരെ? ഇതാണ് ഒരു റിപ്ലൈ ഇല്ലാതെ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും MS വേർഡ് ആയിരുന്നു. വേർഡ് ആണ്, വേർഡ് കംപ്ലീറ്റ് ആയി. ഇപ്പൊ വേർഡിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു, അതിന്റെ ആപ്ലിക്കബിലിറ്റിയും പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ? നമ്മൾ ഇനി രണ്ടാമത്തേതിലേക്ക് കിടക്കുകയാണ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഇത് കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ? പവർ പോയിന്റ് പ്രസന്റേഷൻസ് കണ്ടിട്ടില്ലേ? പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആരും കാണാത്തവരുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടു കാണുമല്ലോ. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ പവർ പോയിന്റ് പ്രസന്റേഷൻസ്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും കണ്ടു കാണുമായിരിക്കും അല്ലെ? അപ്പൊ നോക്കി, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് broadly used presentation software developed by Microsoft. Microsoft develop ചെയ്തെടുത്ത പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. നാളെ ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് ബ്രോഡ്ലി യൂസ്ഡ് presentation software developed by Microsoft. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. And it permits user to generate, edit and deliver dynamic and visually engaging presentations. അപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ വളരെ വിഷ്വലി എൻഗേജിംഗ് ആയിട്ട്, അതായത് അവിടെ കാണുന്ന ഓഡിയൻസിനെ നല്ല രീതിയിൽ ആകർഷിക്കുന്ന, നല്ല രീതിയിൽ അവരുടെ ഇടപെടലുകൾ നടത്തുന്ന, നല്ല രീതിയിൽ അവരെ എൻഗേജ്ഡ് ആക്കുന്ന രീതിയിൽ ഒരു വിഷ്വലി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഈ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കുന്നത്. ഇനി താഴെ പറയുന്നവയ്ക്ക് ഈ MS പവർ പോയിന്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ MS വേർഡിൽ പഠിച്ച പോലെ തന്നെ ഇതിലൊന്നാമതാണ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക അല്ലെ? പവർ പോയിന്റിൽ എങ്ങനെയാ? ഒരു സ്ലൈഡ് ആയിട്ടല്ലേ നമ്മൾ കാണുന്നത് അല്ലെ? ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് വരും ആണോ?
കണ്ടവരുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ഒരു സ്ലൈഡ് അല്ലേ പറഞ്ഞേ. അപ്പൊ അവിടെ സ്ലൈഡ് ക്രിയേഷൻ ആണ് ഒന്നാമത്തത് വരെ. അപ്പൊ സ്ലൈഡ് എന്നൊക്കെ വരുന്ന വേർഡ് എപ്പോഴും നിങ്ങൾ ഓർത്താം പവർ പോയിന്റുമായിട്ട് മാത്രമേ നമ്മൾ സ്ലൈഡ് പറയുള്ളൂ അല്ലെ. പവർ പോയിന്റുമായി ബന്ധപ്പെട്ടാണ് സ്ലൈഡ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ നോക്കിയിട്ടൊന്ന് കണക്ട് ചെയ്തു അങ്ങനെ ഒരു വേർഡൊക്കെ വെച്ചേക്കാം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അതിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഫസ്റ്റ് പാർട്ട് സ്ലൈഡ് ക്രിയേഷൻ ആണ്. PowerPoint extends a user-friendly interface for generating slides. അപ്പൊ നമുക്ക് ഈ സ്ലൈഡുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു PowerPoint ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതും ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. Then user can easily add text, images, shapes, charts and multimedia elements to slides which enable them to carry information in an effective manner. നമുക്ക് ഇവിടെ യൂസറിന് വളരെ എളുപ്പത്തിൽ അവിടേക്ക് ടെക്സ്റ്റ് സ്ലൈഡിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഷേപ്പുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചാർട്ടുകൾ വേണമെങ്കിൽ ചാർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, മൾട്ടിമീഡിയ എലമെന്റ്സ് വേണമെങ്കിൽ അതും നമുക്ക് ഈ സ്ലൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാനും അതിലൂടെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻ സ്ലൈഡിലൂടെ പ്രസന്റ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് സ്ലൈഡ് ക്രിയേഷനിൽ പറയുന്നത്. രണ്ടാമത്തത് സ്ലൈഡ് ഫോർമാറ്റിംഗ്. രണ്ടാമത്തതിൽ എന്താ പറയുന്നത്? സ്ലൈഡ് ഫോർമാറ്റിംഗ്. PowerPoint offers a wide range of reach of formatting options to customize the appearance of slide. ഒരു സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്താൽ ആ സ്ലൈഡ് എങ്ങനെ അപ്പിയർ ചെയ്യണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ. എങ്ങനെയാണ് സ്ലൈഡിൽ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? പലതരത്തിൽ നമുക്ക് പല അനിമേഷൻസ് കൊടുക്കാം, എഫക്റ്റുകൾ കൊടുത്തു വരുന്നത് അല്ലെ. ചിലത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ ഉണ്ടാവും, ചിലത് കറങ്ങി റൗണ്ട് അടിച്ച് വരുന്നതുണ്ടാവും അല്ലെ, ചിലത് ഇങ്ങനെ എന്താണ് തിരിഞ്ഞു വരുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ പല അനിമേഷൻസും എഫക്ട്സുകളും കൊടുക്കാൻ പറ്റില്ല നമുക്ക്. കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? കണ്ടിട്ടില്ലേ? ഇതൊന്നും നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ PowerPoint പ്രസന്റേഷൻസ്? അങ്ങനെ പല രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടി പലതരത്തിലാണ് നമുക്ക് നമ്മുടെ സ്ലൈഡ് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നതിനനുസരിച്ച് നമുക്കൊരു രൂപം ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ സ്ലൈഡ് ഇങ്ങനെ ആയിരിക്കണം പ്രസന്റ് ചെയ്യുമ്പോൾ വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഇതിലുണ്ട്. നമുക്ക് ആ ഒരു സ്ലൈഡിൽ പലതരത്തിലുള്ള തീമുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഫോൺസ് വ്യത്യാസം വരുത്തി കൊടുക്കാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ഫോണ്ടുകളുടെ കളറുകൾ മാറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ ട്രാൻസിഷൻസും അനിമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അത് വളരെ വിഷ്വലി നമുക്ക് ദൃശ്യവൽക്കരണം നടത്തുമ്പോൾ വളരെ ആകർഷണീയമായ രീതിയിലും അവിടുത്തെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് ഇരുത്തുന്ന രീതിയിലുമുള്ള ഒരു പ്രസന്റേഷൻ ആയിട്ട് നമുക്കവിടെ അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അതാണ് സ്ലൈഡ് ഫോർമാറ്റിംഗിലൂടെ സാധിക്കുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തേത് ഓക്കെ ആണോ? മൂന്നാമത്തത് സ്ലൈഡ് ലേഔട്ട്. PowerPoint provides slide layout designed previously, making it easy to generate consistent and professional looking presentations. അതായത് ഇവിടെ നമുക്ക് PowerPointലും ഇതുപോലെ തന്നെ സ്ലൈഡിന്റെ ലേഔട്ട് അതായത് നമുക്ക് മുൻപേ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ അധികം ലേഔട്ട്സ് അല്ലെങ്കിൽ രൂപരേഖകൾ കിട്ടും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. യൂസർ can select from a variety of layouts. ലിറ്റിൽ സ്ലൈഡുകൾ ഉണ്ടാവാം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ലൈഡുകൾ ഉണ്ടാവാം, കമ്പാരിസൺ നടത്തേണ്ട സ്ലൈഡുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്ലൈഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സ്ലൈഡിന്റെ ലേഔട്ട്സിൽ. അപ്പൊ അത് പ്രീ ഡിസൈൻ ചെയ്തിട്ടുള്ള മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോർമാറ്റിലുള്ളവയായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ഒരു കമ്പാരിസൺ നടത്തണമെങ്കിൽ അങ്ങനെയുള്ള കമ്പാരിസണുമായി ബന്ധപ്പെട്ട സ്ലൈഡുകൾ സെലക്ട് ചെയ്യുക, അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ഫോർമാറ്റിങ്ങും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ പ്രസന്റേഷൻസ് അവതരിപ്പിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ലുക്കിംഗ് തരുന്ന രീതിയിലുള്ള സ്ലൈഡ് ലേഔട്ടുകളുടെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ സേവിംഗ് ടൈം ആൻഡ് എഫേർട്ട് ഇൻ സ്ലൈഡ് ഡിസൈൻസ്. ഇപ്പൊ സ്ലൈഡ് ഡിസൈനുകളിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ച് ഡിസൈൻ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കണ്ട. അതിനുള്ള സമയം ആ ഒരു യൂസറിന്റെ സമയവും എഫേർട്ടും ഒക്കെ നമുക്ക് അതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും.
Then നാലാമത്തത് ലാസ്റ്റ് വൺ പറയുന്നത് PowerPoint permit the insertion of multimedia elements like images, audio and video files. നമുക്ക് ഇപ്പൊ PowerPoint നമുക്ക് ഒരിക്കലും ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് മാത്രമല്ല കാണാൻ പറ്റുന്നത് അല്ലെ, അതിൽ എന്തൊക്കെ ഇമേജുകൾ ആഡ് ചെയ്യാറില്ലേ, മൾട്ടിമീഡിയ എലമെന്റ്സ് ഇല്ലേ, ഇമേജ് ആഡ് ചെയ്യാം, ഓഡിയോസ് ഉൾപ്പെടുത്താം, വീഡിയോ ഫയലുകൾ ഉൾപ്പെടുത്താം, അങ്ങനെ പലതരത്തിലുള്ള മൾട്ടിമീഡിയ എലമെന്റ്സ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. And this make the user able to incorporate visual and authority aids into their presentation. ഇവിടെ ആ ഒരു പ്രസന്റേഷനിൽ അവർ ഇങ്ങനെ പലതരത്തിലുള്ള വിഷ്വൽ ആയിട്ടുള്ള വളരെ ദൃശ്യവൽക്കരണം നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അത് ആ പ്രസന്റേഷനെ വളരെയധികം സഹായിക്കുന്നുണ്ട്, മേക്കിംഗ് ദം മോർ ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. അങ്ങനെ ഒരു പ്രസന്റേഷൻ കാണുമ്പോൾ അത് ഓഡിയൻസിനും വളരെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇന്ററാക്റ്റീവ് ഇരിക്കാനായിട്ടൊക്കെ അത് സഹായകമാണ്. അതാണ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷനിൽ പറയുന്നത്. ഈ നാലെണ്ണം ക്ലിയർ ആണോ? നാലെണ്ണം ഓക്കെ ആണോ? ഓക്കെ. Then നെക്സ്റ്റ് പറയുന്നത് അപ്പൊ ഓവറോൾ ആയിട്ട് നമ്മൾ ഈ ഒരു മൈക്രോസോഫ്റ്റ് PowerPoint provides a powerful ground for generating visually appealing and impactful presentation എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു പ്രസന്റേഷൻ നടത്തണമെങ്കിൽ അത് വളരെ പവർഫുൾ ആയിട്ട് വളരെ വിഷ്വലി അപ്പീലിംഗ് ആ ഓഡിയൻസിന്, അത് കാണുന്ന ആ പ്രസന്റേഷൻ കാണുന്ന ഓഡിയൻസിന് വളരെ നല്ല രീതിയിലുള്ള ദൃശ്യവൽക്കരണവും വളരെ ആകർഷണീയമായ രീതിയിൽ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് ഇതിലൂടെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നിരവധിയുണ്ട്. മൾട്ടിമീഡിയാസ് നമുക്ക് ആഡ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ കൊളാബറേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് മേക്ക് ഇറ്റ് എ പോപ്പുലർ സെലക്ഷൻ ഫോർ പ്രൊഫഷണൽ. അതുകൊണ്ട് തന്നെ പല പ്രൊഫഷണൽസിന്റെയും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് ഈ ഒരു MS PowerPoint എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണലിന് മാത്രമല്ല, ഒരു എഡ്യൂക്കേറ്റേഴ്സിന് അതുപോലെ ഓരോ ഇൻഡിവിജ്വൽസിനും who look to communicate information in an effective manner, ഒരു കാര്യക്ഷമമായിട്ട് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇത് വളരെ നല്ലൊരു ടൂളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ മൈക്രോസോഫ്റ്റ് PowerPoint? ഇനി നമ്മൾ പറയുന്നത് അതിന്റെ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്. അതിൽ ഒന്നാമത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു PowerPoint പ്രസന്റേഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? PowerPoint പ്രസന്റേഷൻസ് എല്ലാവരും കണ്ടിട്ടില്ലേ? പ്രസന്റേഷൻസ് കൂടുതലും എവിടെയൊക്കെയാണ് നടത്താറ്? ഒരു കോൺഫറൻസിലോ ഒരു മീറ്റിങ്ങുകളോ സെമിനാറോ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ കൂടുതലും ഒരു പ്രൊജക്ട് പ്രസന്റേഷൻസോ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ PowerPoint പ്രസന്റേഷൻസ് കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ? ആണോ? അതെ. അപ്പൊ ഇവിടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻസ് കൊടുക്കണം, അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സ്റ്റാഫുകളെ അല്ലെങ്കിൽ അവിടെയുള്ള ഓഡിയൻസിനെ നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഈ PowerPoint ഉപയോഗിച്ചാണ് അവിടെ പ്രസന്റേഷൻസ് നടത്തുന്നത്. ഇറ്റ് മേക്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഏബിൾ ടു ക്രിയേറ്റ് വിഷ്വലി എൻഗേജിംഗ് പ്രസന്റേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? പല നാളും ഒരു പ്രസന്റേഷൻ സാധാരണ ഒരു പാരഗ്രാഫിലുള്ള പ്രസന്റേഷൻ കാണിക്കുന്നതാണോ കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇമേജുകൾ ആഡ് ചെയ്ത് അതുപോലെ തന്നെ സ്ലൈഡുകൾ പല രീതിയിൽ ഫോർമാറ്റിംഗ് ചെയ്ത സ്ലൈഡുകൾ അനിമേഷൻസ് എഫക്റ്റുകളൊക്കെ കൊടുത്ത് ചെയ്യുന്നത് അല്ലെ കുറച്ചും കൂടി ഭംഗി നമുക്ക് കുറച്ചും കൂടി നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്നത് അല്ലെ? അപ്പൊ അവർക്ക് അതിപ്പോ ഒരു ലെക്ചർ കൊടുക്കുന്നു, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെറ്റീരിയൽ അവർക്ക് സ്റ്റാഫ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു മെഡിക്കൽ സ്റ്റുഡൻസിനോ പേഷ്യൻസിനോ ഒക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ വിഷ്വലി എൻഗേജിങ് ആയിട്ടുള്ള പ്രസന്റേഷൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമ്മളെ ക്യാച്ച് ചെയ്യാനും അതിലേക്ക് ആളുകൾക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനും ഇത് സഹായകമാണെന്ന് പറയാം. ക്ലിയർ ആണോ? ഒന്നാമത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്.
ക്ലിയർ? രണ്ടാമത്തത് ക്ലിനിക്കൽ പ്രസന്റേഷൻസിന് വേണ്ടി. അതായത് പവർ പോയിന്റ് ഈസ് ജനറലി എംപ്ലോയ്ഡ് ഫോർ ക്ലിനിക്കൽ പ്രസന്റേഷൻസ്. അപ്പൊ ചികിത്സാപരമായിട്ട് സ്റ്റാഫുകൾക്കിടയിൽ എന്തെങ്കിലും പ്രസന്റേഷൻസ് നടത്താം. ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനിടയിൽ അവർ പ്രസന്റേഷൻസ് പല പല കേസുകൾ എടുത്ത് പ്രസന്റേഷൻസ് നടത്താറുണ്ട് അല്ലെ. അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സർജറിയോ ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രസന്റേഷൻസ് നടത്തണമെങ്കിൽ അവർ പവർ പോയിന്റ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺഫറൻസുകൾ നടത്തുന്നു. അതുപോലെ ഹോസ്പിറ്റലിലെ റൗണ്ട്സുകൾ നടത്തുമ്പോൾ അവർക്ക് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഫിസിഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന പ്രസന്റേഷൻസ് ആണ് ഉപയോഗിക്കുക. Then physicians and healthcare professional use it to display research findings. അതുപോലെ തന്നെ റിസർച്ചുകളുടെയൊക്കെ പേപ്പർ പ്രസന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? റിസർച്ച് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അവർ ആ റിസർച്ച് വഴി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു കേസ് എടുത്ത് അതിനെപ്പറ്റി വിശദമായിട്ട് സ്റ്റഡി ചെയ്ത് അതിന്റെ ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കണ്ടെത്തലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ആണ് അവിടെ പാലിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട പ്രസന്റേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ ഔട്ട്കംസ് ടു ദെയർ കോവർക്കേഴ്സ്, അതുപോലെ കോവർക്കേഴ്സിന് നമ്മൾ ചെയ്യുന്ന ക്ലിനിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ റിസൾട്ടുകൾ, കാര്യങ്ങൾ അല്ലെങ്കിൽ ഔട്ട്കംസ്, ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ക്ലിനിക്കൽ പ്രസന്റേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൊഫഷണൽ രീതിയിൽ, നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ടച്ച് കൊടുത്തുകൊണ്ട് എൻകറേജിങ് നോളജ് ഷെയറിംഗ് ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്. അവരുടെ പ്രൊഫഷണൽ പരമായിട്ട് അവരുടെ ആ ഒരു അറിവിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നോളജ്, അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഫിസിഷ്യൻസോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസോ ഈ ക്ലിനിക്കൽ പ്രസന്റേഷൻസ് നടത്താറുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലെ? ക്ലിനിക്കൽ പ്രസന്റേഷൻ. മൂന്നാമത്തത് മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ഇറ്റ് ഫോർ വാസ്റ്റ് മീറ്റിംഗ്. പല മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കാറുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ്സിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് സെക്ഷൻസ്, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുള്ള സെഷനുകളിലും ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് അസിസ്റ്റിംഗ് വിഷ്വലൈസിംഗ് ഡേറ്റ, പ്രസന്റിംഗ് റിപ്പോർട്ട്. അപ്പൊ നമുക്ക് ഡേറ്റാസ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ദൃശ്യവൽക്കരണം നടത്താൻ പറ്റും. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് പോളിസീസ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ. വളരെ ഫലപ്രദമായ രീതിയിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഗോളുകള്, ലക്ഷ്യങ്ങള്, അവിടുത്തെ പോളിസികള് മുതലായ കാര്യങ്ങള് ഈ പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ സഹായിക്കുന്നുണ്ട്. അതാണ് മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. എന്ന് വെച്ചാല് ഹോസ്പിറ്റൽ ഓഫൺ ടേക്ക് പാർട്ട് ഇൻ കോൺഫറൻസ്. ഹോസ്പിറ്റലിൽ പല കോൺഫറൻസിൽ പങ്കെടുക്കാറുണ്ട് അല്ലെ. ഹെൽത്ത് ഫെയറുകൾ നടത്താറുണ്ട്, ഉണ്ടോ? കമ്മ്യൂണിറ്റി, പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ഇവന്റുകൾ നടത്താറില്ലേ? ഇല്ലേ? അവയർനെസ് പ്രോഗ്രാമുകള്, എക്സിബിഷൻസ്, ഫെയറുകള് ഇല്ലേ? അങ്ങനെ അതുപോലെ തന്നെ കോൺഫറൻസ്, ഇതിലൊക്കെ ഭാഗമാകുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു പവർ പോയിന്റ് പെർമിറ്റ് ദം ടു ക്രിയേറ്റ് വിഷ്വലി ക്യാപ്റ്റീവ് പ്രസന്റേഷൻ ടു ഡിസ്പ്ലേ ദെയർ സർവീസസ്. അപ്പൊ ഇങ്ങനെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ, ഇപ്പൊ ഒരു ഹെൽത്ത് ഫെയർ ഒക്കെയാണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസുകളെ കുറിച്ച്, ആ ഹോസ്പിറ്റലിന്റെ പുതിയതായിട്ടുള്ള ഇനിഷ്യേറ്റീവുകളെ കുറിച്ച്, ഹോസ്പിറ്റലിന്റെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങളെ കുറിച്ച് ആളുകളെ അറിയിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പവർ പോയിന്റ് പ്രസന്റേഷൻസ് വെക്കാം അല്ലെ. അതിലൂടെ ഒരുപാട് പേഷ്യൻസിനെ അവരെ ക്യാപ്റ്റീവ് ആയിട്ട് നമുക്ക് ഇവിടേക്ക് ക്യാച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു വിഷ്വൽ പ്രസന്റേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ പേഷ്യൻസിന് അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സർവീസുകൾ എന്ന് മനസ്സിലാവും, അവരുടെ പുതിയതായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാവും, അവരുടെ അച്ചീവ്മെന്റ്സ്, അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ഇത് സഹായിക്കും. And this presentation aid hospital to attract patients, build partnerships and promote their brand image. ഇതിലൂടെ ഈ പ്രസന്റേഷനിലൂടെ പേഷ്യൻസിനെ കൂടുതൽ ഈ ഹോസ്പിറ്റലിലേക്ക് ആകർഷിക്കാൻ സാധിക്കും, പാർട്ണർഷിപ്പുകൾ കൂടുതൽ ഇതിലേക്ക് വരാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബ്രാൻഡ് ഇമേജുകള് ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു പ്രസന്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. അതാണ് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും വരെ ക്ലിയർ ആണോ?
നാലെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പറഞ്ഞു, ക്ലിനിക്കൽ പ്രസന്റേഷൻസ് പറഞ്ഞു, മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസ് പറഞ്ഞു, വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഇവന്റ്സ് പറഞ്ഞു. ക്ലിയർ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ. ഒരു 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തോ കേട്ടോ. മിസ് തന്നെയാണ് അടുത്തവരെ കണ്ടിന്യൂ ചെയ്യാണേ. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം കേട്ടോ. ഒരു 34 ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആരും ലീവ് ചെയ്ത് പോവണ്ട, കണ്ടിന്യൂ ചെയ്യേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. എന്താണ് സൗണ്ട് ഇവിടുന്ന് കരയുന്ന പോലെ ഇത് എമർജി ഇട്ടുള്ള? നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ടേ? പോർഷൻസ് തീർക്കണ്ടേ? നിങ്ങൾക്ക് ഇത്രയും വേഗം നിങ്ങൾ പോർഷൻസ് തീർത്ത് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇനി ചാപ്റ്റേഴ്സ് 2-3 ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പൊ അത് തീർത്തിട്ട് വേണം നെക്സ്റ്റ് എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഉടനെ അത് തീർത്ത് വേഗം നിങ്ങളെ വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ടൈമില് സഫീർ എന്താ പറഞ്ഞ? ഈ ടൈമിലെ എക്സാമിന് പഠിക്കുമായിരുന്നു. എന്താണ് ഉദ്ദേശം? മിസ് മനസ്സിലായില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാനോ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാതിരുന്നാൽ നമ്മുടെ പോർഷൻസ് തീരില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എത്രയും വേഗം നമ്മുടെ പോർഷൻസ് തീർത്ത് വിടുക എന്നുള്ളതാണ്. അപ്പൊ അതിനിടയിൽ നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പോർഷൻസ് ഏറ്റവും ആദ്യം തീർക്കുക എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം സമയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ റിവൈസ് ചെയ്യും കേട്ടോ.
അത് ഓരോ സമയത്തിനനുസരിച്ച് എത്ര ദിവസം വരെയാണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് തരും. അപ്പൊ ദിവസം ടൈം പീരീഡ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ പോർഷൻസ് തീർന്നിട്ടേ നമുക്ക് മറ്റേതും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്കൊരു ഭാഗം കൂടി, ചെറിയൊരു ഭാഗം കൂടിയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ഷോർട്ട് ആയിട്ടെന്ന് പറയുന്നതാണ്. In short, the Microsoft PowerPoint is a multi-faceted tool used in hospital for medical education, clinical presentations, patient education, administrative modules, quality improvement initiatives, research dissemination, internal communications, and external events externally happening. അതായത് നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറയാം, ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടി ഫേസഡ് ടൂളാണ്. ഇത് പല ഭാവങ്ങളുള്ള അല്ലെങ്കിൽ പല ഫേസസിലൂടെ കടന്നു പോകുന്ന ഒരു ടൂളാണ്. നമുക്കൊരു ഹോസ്പിറ്റലിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിക്കാം, ക്ലിനിക്കൽ പ്രസന്റേഷൻസിന് വേണ്ടി ഉപയോഗിക്കാം, പേഷ്യൻസിന്റെ എഡ്യൂക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, റിസർച്ചിന്റെ ഡിസമിനേഷൻ അല്ലെങ്കിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാം, ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, എക്സ്റ്റേണൽ ഇവന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഈ ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ് വിഷ്വൽ അപ്പീൽ മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ്. അപ്പൊ ഇത് വളരെ ആകർഷണീയമാണ്. അതിലൂടെ നമുക്ക് പല തരത്തിലുള്ള മൾട്ടിമീഡിയാസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ the case of use make it an essential software for effectively conveying healthcare information within hospital and beyond. ഹോസ്പിറ്റലിനുള്ളിലും പുറത്തും നമുക്ക് വളരെ കാര്യക്ഷമമായി ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ, കൺവേ ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഈ ഒരു പവർ പോയിന്റ് അതുകൊണ്ട് മാറിയിരിക്കുന്നു. ഓക്കെ ആണല്ലോ പവർ പോയിന്റ്? എന്തെങ്കിലും ഉണ്ടോ പവർ പോയിന്റിന്റെ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. മൈക്രോസോഫ്റ്റ് എക്സൽ തേർഡ് വൺ ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് എക്സൽ ഇത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ള സോഫ്റ്റ്വെയർസ്. അപ്പൊ MS ഓഫീസുമായി ബന്ധപ്പെട്ട എക്സൽ, വേർഡ്, പവർ പോയിന്റ് ഇത് മൂന്നുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി കവർ ചെയ്തു. വേർഡും പറഞ്ഞു, പവർ പോയിന്റും പറഞ്ഞു. അതിൽ മൂന്നാമത്തതാണ് എക്സൽ. Microsoft Excel is a strong spreadsheet software developed by Microsoft. ഒന്നണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സ്പ്രെഡ്ഷീറ്റ് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള സ്പ്രെഡ്ഷീറ്റുകൾ കണ്ടിട്ടില്ലേ? സ്പ്രെഡ്ഷീറ്റുകൾ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ മാനേജ്മെന്റ്. ഡേറ്റ സ്പീഡ് കൂടുന്നുണ്ടോ? നമുക്ക് കുറയ്ക്കാം കേട്ടോ. It is vastly used for data management, analysis and visualization. ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞാല് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യൂസ്ഡ് ഫോർ ഡേറ്റ മാനേജ്മെന്റ്. ഡേറ്റാസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ, അനാലിസിസ് നടത്താൻ, അത് വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് താഴെ പറയുന്നത്. അതിലൊന്നാമത് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ. അപ്പൊ നമുക്കറിയാം ഒരു എക്സൽ ഉപയോഗിക്കുന്നത് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെ. സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? എക്സൽ പ്രൊവൈഡ്സ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് for generating and organizing data in a tabular format. നമുക്ക് ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അപ്പൊ നമ്മൾ മൂന്നും ഇപ്പൊ വേർഡ് പഠിച്ചപ്പോഴും പവർ പോയിന്റ് പഠിച്ചപ്പോഴും എക്സൽ പഠിക്കുമ്പോൾ ഇത് മൂന്നും എന്താണ്? ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഉപഭോക്താക്കളും വളരെ സൗഹൃദപരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗം ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ഇത് ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡേറ്റ ഇൻ എ ടാബുലർ ഫോർമാറ്റ്. ടേബിൾസ് രൂപേണ നമുക്ക് ഇവിടെ ടേബിൾസ് രൂപേണയല്ല അല്ലെ, ഒരു ടാബുലർ ഫോർമാറ്റില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസറിന് അവിടെ ഡേറ്റാസ് ജനറേറ്റ് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. The user can form worksheet, input data and customize the layout, formatting and formulas to meet their specific requirements.
ഇപ്പൊ യൂസറിന് വർക്ക്ഷീറ്റുകൾ ഉപയോഗിക്കാം. ഇതിൽ എന്ത് ചെയ്യാം? വർക്ക്ഷീറ്റുകൾ ഫോം ചെയ്യാം, ഡേറ്റാസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം, അതിനനുസരിച്ച് ലേഔട്ട്, കസ്റ്റമൈസ് ലേഔട്ട്, അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ രൂപരേഖ എങ്ങനെ വേണമോ അത് കൃത്യമായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഫോർമാറ്റിങ്ങുകൾ ചെയ്യാം, ഫോർമുലാസും അതിലുണ്ടായിരിക്കും ടു മീറ്റ് ദ സ്പെസിഫിക് റിക്വയർമെന്റ്സ്. നമ്മുടെ ആവശ്യകത എങ്ങനെയാണ്, ഒരു സ്പ്രെഡ്ഷീറ്റ് നമുക്ക് എങ്ങനെ വേണം എന്നാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഫോർമുലാസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഫോർമാറ്റിംഗ് ചെയ്യാം, കൃത്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഏതൊക്കെ ലേഔട്ടുകൾ വേണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം, ഡേറ്റാസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം, വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കി എടുക്കാം. രണ്ടാമത് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ, ഇത് ഈ ഒരു പേജിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുക കേട്ടോ. ആ ഒരു ടാബുലാർ ഫോർമാറ്റിലുള്ള ആ ഒരു ഷീറ്റിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്സൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഇതൊന്നും കണ്ടിട്ടില്ല എങ്കിൽ നമുക്കിപ്പോ ഇതിനെ പറ്റി അധികം പരിചയമില്ല, നമുക്ക് ഓൾറെഡി നമ്മുടെ മൊബൈലില് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ചെയ്യാറുണ്ടോ? മൊബൈലിൽ ചെയ്യാറുണ്ടോ? ഫോണുകളിൽ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. വേർഡ്, എക്സല്, പവർ പോയിന്റ് ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ആഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തൊക്കെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ. അല്ല കമ്പ്യൂട്ടർ കാര്യങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഉണ്ടാവും അതിൽ തന്നെ. മൊബൈലിലൊക്കെ ആവുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തെടുക്കുകയാണ്, ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then അടുത്തത് data analysis. Excel offers a wide scope of functions, formulas and data analysis tools that make user able to carry out complex calculations, statistical analysis and mathematical operations on large data sheet. സെറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഡേറ്റാസിനെ അനാലിസിസ് ചെയ്യാൻ പറ്റും. അതായത് ഈ എക്സലില് എത്ര വലിയ ഡേറ്റാസ് ആണെങ്കിലും, ഒരു ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് നമുക്ക് അവിടെ ഒരുപാട് ഫങ്ഷൻസും ഫോർമുലാസും ഡാറ്റ അനാലിസിസ് ടൂളുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്ര വലിയ സെറ്റ് ഓഫ് ഡേറ്റ വന്നാൽ പോലും അതിന്റെ കോംപ്ലക്സ് ആയിട്ട്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ പരമായിട്ടുള്ള അനാലിസിസുകൾ ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഓപ്പറേഷൻസും നമുക്ക് ഈ ഒരു ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ആ ടൂളുകൾ ഇതിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ, എത്ര വലിയ ഡേറ്റ ആണെങ്കിലും, വളരെ കോംപ്ലക്സ് ഡേറ്റ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത് അനാലിസിസ് ചെയ്ത് കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് കണ്ടെത്തി എടുക്കാനായിട്ട് പറ്റും. Then formula അതിന്റെ അടുത്തതായിട്ട് പറയുന്നത് it simplifies tasks like sorting, filtering and summarizing data, making it a necessary tool for data driven decision making. ഇത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ്, ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റാസിനെ കൃത്യമായിട്ട് സോർട്ട് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു, ഡേറ്റാസ് സമ്മറൈസ് ചെയ്യുന്നു, അതിനുശേഷം ഏതൊക്കെ ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ അത് അനാലിസിസ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ടൂളുകൾ ഉപയോഗിച്ച് പ്രോസസ്സുകൾ ചെയ്യുന്നു. ആൻഡ് ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. അതിനനുസരിച്ച് സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഏതൊക്കെ ഡേറ്റാസ് ഏതൊക്കെ രീതിയിലുള്ള കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ആണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡേറ്റ അനലൈസ് ചെയ്യുന്നത് വഴി ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്താനും കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്താനും മാത്തമാറ്റിക്കൽ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടത്താനും ഒക്കെ നമുക്ക് ഈ ഒരു ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഞാൻ മൂന്നാമത് പറയുന്നത് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ളവർ ഇപ്പൊ 10th പഠിക്കുമ്പോൾ നിങ്ങൾ IT എക്സാമുകൾക്കൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലേ? ഒരു കാൽക്കുലേഷൻസ് തന്നിട്ട് അതിന് ഫോർമുല ആഡ് ചെയ്ത് സം കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടേ ഇല്ലേ? IT എക്സാമുകൾക്കൊക്കെ പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ, ഇതിനോടൊപ്പം ഫോർമുലാസ് ഓർമ്മയില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇതിലെ തന്നെ ഫോർമുലാസ് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ടായിരിക്കും. അതായത് നിർമ്മിച്ചപ്പോൾ തന്നെയുള്ള ഫോർമുലാസ് ആണ്. അതുകൊണ്ട് വളരെ എക്സ്റ്റെൻസീവ് ലൈബ്രറി ഓഫ് ഫോർമുലാസ് ഈ ഒരു MS Excel ഉള്ളത് കൊണ്ട് the functions permit user to carry out calculations on data automatically. നമുക്ക് ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കാൽക്കുലേഷൻസ് കാണാനും അതിന് സമ്മതി കണ്ടുപിടിക്കാനും എളുപ്പത്തില് ഇതിലൂടെ സഹായകമാണ്. അതാണ് ശരിക്കും എക്സലിന്റെ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് നമുക്ക് എളുപ്പത്തിൽ
ഡേറ്റാസിന്റെ കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. കാരണം അതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഫോർമുലകളുണ്ട്. ആ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അതിന്റെ സമ്മും കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻസ് കണ്ടെത്തി ചെയ്ത് സമ്മൊക്കെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും. Then data visualization. അടുത്തത് Excel provides a strong charting tools that permit user to put forward data visually through different types of chart. നമ്മൾ ഈ കൊടുക്കുന്ന ഒരു നമ്മളൊരു ടേബിൾ ഡേറ്റ എന്ത് ചെയ്തു കൊടുത്തു, അതൊരു ടേബിൾ ആയിട്ട് നമ്മൾ ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്താൽ ആ ടേബിളുകളെ നമുക്ക് ഇപ്പൊ നമ്മളൊരു ടേബിൾ കാണുന്നതാണോ, അല്ലെങ്കിൽ ആ ടേബിൾ തന്നെ ഒരു ചാർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പിവറ്റ് ടേബിളുകളായിട്ടോ ഒക്കെ കാണുകയാണെങ്കിലാണോ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് നോക്കി, നമ്മളിപ്പോ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല. അതേസമയം ഇതൊരു ചാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്താലോ എളുപ്പത്തിൽ മനസ്സിലാവില്ലേ? മനസ്സിലാവോ? ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് 10th പഠിച്ച സമയത്ത്. ഒരു ഡേറ്റ തരം അതൊരു പൈ ഡയഗ്രാം ആക്കാനോ അല്ലെങ്കിൽ ചാർട്ട് ആക്കാനോ ഒക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസിങ് നടത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി അതിൻ്റെതായിട്ടുള്ള ചാർട്ടിംഗ് ടൂളുകളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഏത് ചാർട്ട്, പലതരത്തിലുള്ള ചാർട്ടുകളോ ഗ്രാഫുകളോ പിവറ്റ് ടേബിളുകളോ ഒക്കെ ആക്കി നമുക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആളുകൾക്ക് നമുക്ക് ആ ഒരു ടേബിൾ മാത്രമല്ല കാണാൻ പറ്റുക, അതിനനുസരിച്ച് ചാർട്ടുകൾ വേണമെങ്കിൽ ആ രൂപേണയും നമുക്കത് പ്രസന്റ് ചെയ്യാം. സോ ദിസ് മേക്ക് ഇറ്റ് ഈസിയർ ടു എക്സ്പ്ലെയിൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് കോംപ്ലക്സ് ഡേറ്റ പാറ്റേൺസ്. അപ്പൊ വളരെ സങ്കീർണമായിട്ട് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഡേറ്റ പാറ്റേണോ കാര്യങ്ങളോ ആണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെയാണ് ആ ഒരു ടേബിളിൽ ഉള്ളതെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഈസി ആയിട്ട് ഈ പറയുന്ന ചാർട്ടുകളിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാഫുകളിലൂടെയോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ ആശയവിനിമയം നടത്താനായിട്ട് ഈ ഒരു ഡേറ്റ വിഷ്വലൈസേഷനിലൂടെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഡേറ്റ വിഷ്വലൈസേഷൻ? മനസ്സിലായോ? അടുത്തത് ഡേറ്റ മാനേജ്മെന്റ്. അതായത് എക്സൽ ലെറ്റ്സ് യൂസർ efficiently manage and manipulate large volumes of data. അപ്പൊ ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സെറ്റ് ഓഫ് ഡേറ്റാസിനെ, ലാർജ് വോളിയം ഓഫ് ഡേറ്റാസും നമുക്ക് ഈ പറയുന്ന എക്സൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിലും കാര്യക്ഷമമായിട്ടും കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. സോ ഇറ്റ് ഓഫേഴ്സ് ഫീച്ചേഴ്സ് ഇതിൽ പല ഫീച്ചേഴ്സ് ഉണ്ട്. സോർട്ട് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്, ഫിൽട്ടർ ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്, ഡേറ്റ വാലിഡേഷൻ, കൃത്യമായ വാലിഡിറ്റി ടൈമിനനുസരിച്ച് കാര്യങ്ങൾക്ക് അനുസരിച്ച് അത് നമുക്ക് സോർട്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡേറ്റ കൺസോളിഡേറ്റ്, ഡേറ്റ സമ്മറൈസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ ഡേറ്റാസ് പുറത്ത് എവിടെ നിന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനോ ഒക്കെ സാധിക്കും. മേക്കിംഗ് യൂസർ ഏബിൾ ടു ഓർഗനൈസ് ആൻഡ് യൂട്ടിലൈസ് ഡേറ്റ എഫക്റ്റീവ്ലി. എന്താ, അതിലൂടെ ആ യൂസറിന് വളരെ കൃത്യമായിട്ട് ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്യാനും വളരെ എഫക്റ്റീവ് ആയിട്ട് ആ ഡേറ്റാസിനെ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലാർജ് വോളിയൂംസ് ഓഫ് ഡേറ്റ വരെ നമുക്ക് ഈ ഒരു എക്സലിന്റെ സഹായത്തോടു കൂടി വളരെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. അതിനുവേണ്ടി പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ആ ഒരു എക്സൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ ഡേറ്റാസുമായി ബന്ധപ്പെട്ട ഡേറ്റാസിന്റെ വാലിഡേഷൻ അനുസരിച്ച് കൃത്യമായിട്ട് അത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡേറ്റ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റാസ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൂടെയൊക്കെ ആ യൂസറിന് വളരെ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും ആ ഓരോ ഡേറ്റാസിനെയും ഓർഗനൈസ് ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും. ലാസ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. ദ എക്സൽ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് മോഡലിംഗ്. അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശകലനം ചെയ്യാനും ആക്യുറേറ്റ് ആയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്താനും നമുക്കൊരു ഡേറ്റയുമായി ബന്ധപ്പെട്ട ഈ ഒരു എക്സൽ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. It offers specified functions for financial calculations. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ നടത്താൻ വേണ്ടി നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അതിലൊന്നാണ് NPV, നെറ്റ് പ്രസന്റ് വാല്യൂ. ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ട്
IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ, ദെൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള NPV ആണെങ്കിലും IRR ആണെങ്കിലും ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോർമുലകളാണ്. ഇതെല്ലാം ഫോർമുലാസ്, IRR ഫോർമുലയുണ്ട്, NPV കാണാനായിട്ടുള്ള ഫോർമുലയുണ്ട്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫോർമുലാസ് ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം അല്ലെങ്കിൽ റിട്ടേൺ എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടൊന്നും നോക്കണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇത് നമുക്ക് കൃത്യമായിട്ടൊരു സാമ്പത്തികപരമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ നടത്തണമെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇങ്ങനെയുള്ള ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് ആ ഒരു കണക്കുകൂട്ടലുകൾ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെയുള്ള ഫങ്ഷൻസ് കൂടി ആ ഒരു എക്സലിൽ നമുക്ക് അവൈലബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബഡ്ജറ്റിംഗ്. അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് തയ്യാറാക്കുമ്പോൾ, ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട അനാലിസിസ് അല്ലെങ്കിൽ വിശകലനം നടത്തുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു എക്സൽ വളരെ ഉപകാരപ്രദമാണ്. അതിനനുസരിച്ച് പലതരത്തിലുള്ള ഫോർമുലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസും ഫോർമുലാസും അനാലിസിസും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാകുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും നമുക്ക് ഈ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വരെയും നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സലിന്റെ സഹായത്തോടു കൂടി ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? പാഠമാണ് പറഞ്ഞത്. സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ, ഡേറ്റ അനാലിസിസ്, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്, ഡേറ്റ വിഷ്വലൈസേഷൻ, ഡേറ്റ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അനാലിസിസ്. ക്ലിയർ ആണോ? 6 ഓക്കെ ആണോ? ആ 6 പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അതുപോലെ മിസ് ഇപ്പൊ പറഞ്ഞല്ലോ, ഷോർട്ട് വേർഡും എക്സ്പാൻഡഡ് ഫോം ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതും നോക്കണം കേട്ടോ. അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ബാക്കിയൊക്കെ ഉള്ളതൊന്ന് വായിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ അത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും കേട്ടോ. ഓക്കെ. Then in short, the Microsoft Excel is a multifaceted and widely used spreadsheet software that facilitates data management, analysis and visualization. നമുക്ക് വളരെ ഷോർട്ട് ആയിട്ട് എന്തെന്ന് പറയാം, ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് മൾട്ടി ഫീസഡ് ആണ്. പല ഭാഗം, ഒന്നിലധികം മുഖങ്ങളുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം അല്ലെ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഡേറ്റാസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അത് അനാലിസിസ് ചെയ്യാൻ പറ്റും, വിഷ്വലൈസേഷൻ നടത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ വൈഡ് ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ഫോർമുലാസ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന്, അല്ലെങ്കിൽ അത് അനലിസ്റ്റുകൾ, ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ ഉണ്ടല്ലോ അവർക്ക്, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം ഒരു ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ടൂളായിട്ട് ഈ എക്സൽ പ്രവർത്തിക്കുന്നു എന്നാ പറയുന്നത്. ക്ലിയർ ആണോ? കാരണം എല്ലാ രീതിയിലുമുള്ള ഫോർമുലാസും ഫങ്ഷൻസും ഒക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഫിനാൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡേറ്റയുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂളായിട്ട് മാറിയിരിക്കുന്നു. ക്ലിയർ ആണോ? എക്സല് ആ ഒരു പിക്ചറ് നോക്കാട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങൾക്കൊരു മോഡൽ പോലെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. പിക്ചർ ഒന്ന് നോക്കി ഇന്നതാണ് എക്സലിന്റെ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരിക്കും വരിക എന്നൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഒരു എക്സല് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കും, നമ്മൾ ഓരോന്നിന്റെയും ആപ്ലിക്കബിലിറ്റി പഠിച്ചിരുന്നു അല്ലെ. ഇതിന്റെയും ആ ഹെഡിങ്സ് കൃത്യമായിട്ട് പഠിക്കുക. അതിനുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതിലൊന്നാമത് ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. അപ്പൊ ഡേറ്റയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഒരുപാട് അനാലിസിസ്, മാനേജ്മെന്റ് ഇതൊക്കെ നമുക്ക് ആ ഒരു എക്സലുമായിട്ടാണ് എന്നുള്ളത് നിങ്ങൾ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസിൽ പറയുന്നത് MS Excel offers strong tools for controlling and analyzing vast amount of data. ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റാസിനെ നമുക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാനും അനാലിസിസ് ചെയ്യാനും എക്സൽ എന്ന ഒരു സ്ട്രോങ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. സോ ഹോസ്പിറ്റലിലും ഇതുപോലെ റെക്കോർഡുകള്, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഡേറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, വിവര പട്ടികകൾ അല്ലെ.
അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനും ഈ എക്സൽ സ്പ്രെഡ്ഷീറ്റുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പൊ ഒരു വിവര പട്ടിക, അതായത് ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന സാധനങ്ങളുണ്ട് എന്ന് നമ്മൾ വെറുതെ എഴുതി വെക്കാൻ പറ്റും നമുക്ക്? അല്ല, എഴുതി വെക്കാൻ മാത്രമല്ല, അത് നമ്മള് ഇലക്ട്രോണിക് റെക്കോർഡ് ആക്കി വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഇതിൽ വെക്കുന്ന ഏത് സ്പ്രെഡ്ഷീറ്റിലാണ് നമ്മൾ നമ്പർ ഇട്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റിലും ഇന്ന വിവര പട്ടികകളും ഇന്ന സാധനങ്ങളാണുള്ളത് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അത് പേഷ്യൻസിന്റെ റെക്കോർഡുകളാവാം അല്ലെ, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം എത്ര പേഷ്യൻസിന് കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഈ ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. Then the software functionalities like sorting, filtering and data validation make us able to effectively find and analyze data, providing valuable insights for decision making and resource allocation. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ മറ്റുള്ള ഫംഗ്ഷനാലിറ്റീസ് ആണ് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഇന്ന് നാളത്തേക്ക് അഡ്മിഷൻ വേണ്ട, അല്ലെങ്കിൽ നാളത്തേക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് വേണ്ട ആളുകളുടെ ലിസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് അത് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്നൊരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഇന്നൊരു രോഗമുള്ള വ്യക്തികളാണ് മാത്രം മതിയെങ്കിൽ അവരെ മാത്രം നമുക്ക് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഇത്ര ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അവരുടെ എന്ത് ചെയ്യാം, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പൊ നമ്മളോട് പറയാല്ലേ 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഫീസ് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ചില ഹോസ്പിറ്റലിൽ ചിലർ പറയാറില്ലേ, ചിലപ്പോൾ 7 ദിവസം 14 ദിവസം അങ്ങനെയൊക്കെ പറയാറില്ലേ. അങ്ങനെ ഓരോ ഡേറ്റാസിനും എന്തെങ്കിലും വാലിഡിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ പേഷ്യൻസിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇവരുടെ ഡേറ്റാസ് അനലൈസ് ചെയ്യാനും നമുക്കൊരു ഡിസിഷൻ തീരുമാനമെടുക്കാനും അതിനനുസരിച്ച് വേണ്ട വിധത്തില് എന്താണ് റിസോഴ്സുകൾ അനുവദിച്ച് നൽകാനും സാധിക്കുന്നു. അതുപോലെ ഇപ്പൊ ഒരു എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് വിചാരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റില് ഇന്ന സാധനങ്ങൾ അവൈലബിൾ ആണ്, ഇന്ന സാധനങ്ങൾ അവൈലബിൾ അല്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് തീരാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പ്രെഡ്ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായിട്ട് ആ റിസോഴ്സുകൾ നമുക്ക് അനുവദിച്ച് നൽകാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. ഓക്കെ, രണ്ടാമത്തത് patient scheduling and appointment. Excel can be put in use to create appointment schedules. അപ്പോയിന്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ട്രാക്ക് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഓർഗനൈസ് ഡോക്ടേഴ്സിന്റെയും ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അപ്പൊ ഓരോ പേഷ്യൻസും ഒരു ദിവസം ഇന്നെ പേഷ്യൻസ് ആണോ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് പേഷ്യൻസിന്റെ ആ ഒരു അപ്പോയിന്റ്മെന്റ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ നമുക്കിത് സഹായിക്കും. അതുപോലെ ഡോക്ടേഴ്സിന്റെയും ആ ഷെഡ്യൂൾസ് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്. മൂന്നാമത്തത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എക്സൽ കാൽക്കുലേഷൻസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുല, ഒരുപാട് കാൽക്കുലേഷൻസ് നടത്താം, ഒരുപാട് ഫോർമുലാസ് ഇതിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പിക്കൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബഡ്ജറ്റുകൾ നല്ല രീതിയിൽ തയ്യാറാക്കാം, ബഡ്ജറ്റിംഗ് നടത്താം. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള അനാലിസിസുകളും ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ നടത്താവുന്നതാണ്. ബൈ ഫോമിംഗ് സ്പ്രെഡ്ഷീറ്റ് ഫോർ ബഡ്ജറ്റ് പ്ലാനിംഗ്, ബഡ്ജറ്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട സ്പ്രെഡ്ഷീറ്റുകൾ തയ്യാറാക്കാം. എക്സ്പെൻസുകൾ എത്രത്തോളം നമ്മൾ എക്സ്പെൻസ് ചിലവാക്കിയിട്ടുണ്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. റവന്യൂ പ്രൊജക്ട്, നമ്മുടെ വരുമാനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. കോസ്റ്റ് അനാലിസിസ്, നമ്മുടെ ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യാം. വി ക്യാൻ ബെറ്റർ ഹാൻഡിൽ ഫിനാൻസസ്, അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഫിനാൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്, ഇപ്പൊ എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചിലവാക്കിയിരിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത്, അങ്ങനെയുള്ള ഏരിയാസ് നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും. ആ ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ഓരോ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ഫിനാൻഷ്യൽ അനാലിസിസുകൾ നടത്തുക, അതിലൂടെ ബഡ്ജറ്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കുക, എക്സ്പെൻസുകൾ കൃത്യമായിട്ട്
നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്രത്തോളം വരുമാനം ഉണ്ടായിട്ടുണ്ട്, അതിനനുസരിച്ച് എത്രത്തോളം ചിലവ് വന്നിട്ടുണ്ട്, എവിടേക്കാണ് നമ്മൾ ഫിനാൻസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്, എവിടേക്കാണ് നമ്മൾ മെച്ചപ്പെടുത്തൽ നടത്തേണ്ട ഇടങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാനും അതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ പരമായ പല തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായകമാണ്. ക്ലിയറല്ലേ? നാലാമത്തത് ഇൻവെന്ററി മാനേജ്മെന്റ്. Excel can be used to find and manage inventory. വിവര പട്ടികകൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനും മാനേജ് ചെയ്യാനും പറ്റും. which include medical supplies. ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ മെഡിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണോ, എക്യുപ്മെന്റ്സുകള്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് മുതലായ കാര്യങ്ങളുടെ ഡേറ്റാസ് കൃത്യമായിട്ട് സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എൻ്റർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. by keeping correct records of stock level. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് ലെവൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും അല്ലെ. ആ ഇൻവെന്ററിയിൽ വിവര പട്ടിക ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് അവൈലബിലിറ്റി ഇല്ലാത്തത് എന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് വായിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽ എത്രത്തോളം ഉണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, എന്തൊക്കെയാണ് സ്റ്റോക്ക് ഔട്ട് ആയി പോയിരിക്കുന്നത്, ഇനി ഏതൊക്കെ മെഡിസിൻസ് ആണ് എക്സ്പയറി ഡേറ്റ് ആയിരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ റീ ഓർഡറിംഗ് ത്രെഷോൾഡ്സ്, അതായത് ഇപ്പൊ അവിടെ സ്റ്റോക്ക് ലെവൽ തീർന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യുക, ഒപ്റ്റിമം ലെവൽ നിലനിർത്താൻ വേണ്ടി പിന്നെയും സ്റ്റോക്ക് ഔട്ട് ആയത് ഒഴിവാക്കി പുതിയ ഐറ്റംസ് അതിന് പകരം എന്ത് ചെയ്യുക, ഓർഡർ ചെയ്ത് ആ ഒരു സ്റ്റോക്ക് ലെവൽ അവിടെ നിലനിർത്തുക. അതുപോലെ തന്നെ we can avoid scarcity or overstocking. ഇപ്പൊ ഒരുപാട് അമിതമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ദൗർലഭ്യം, അതായത് കുറവ് വരുന്നതിനെയൊക്കെ നമുക്ക് ഇതിലൂടെ തടയാൻ പറ്റും. ആൻഡ് ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ ആൻഡ് റിഡ്യൂസ് കോസ്റ്റ്. അങ്ങനെയുള്ള വിവര പട്ടികകളുടെ അല്ലെങ്കിൽ അവിടുത്തെയുള്ള സാധനങ്ങളുടെ ആ ഒരു ഒരുപാട് എന്താണ് അധികമായിട്ട് വരുന്നതിനെ അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്നതിനെയൊക്കെ നമുക്കൊരു ഒപ്റ്റിമൽ ലെവൽ, ഒരു ക്രമരഹിതമായ അല്ലെങ്കിൽ ക്രമയുഗതമായിട്ടുള്ള ഒരു രീതിയിൽ നിലനിർത്താനും ചിലവ് കുറച്ചുകൊണ്ട് റിഡ്യൂസ് കോസ്റ്റ്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ നമുക്ക് ചിലവാകും അല്ലെ. അപ്പൊ അതിന് പകരം വളരെ ക്രമമായിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ച രീതിയിൽ അവിടെ സാധനങ്ങൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം വാങ്ങുന്നു, ആവശ്യമുള്ള ലെവലിൽ മാത്രം അവിടെ സ്റ്റോക്ക് നിലനിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാകുന്ന അധിക ചെലവുകളെ നിയന്ത്രിക്കാനും എന്നാൽ അവിടെ ഒരുപാട് ഐറ്റംസ് കൂടുതലുമില്ല കുറവുമില്ല അങ്ങനെ നിലനിർത്താനായിട്ട് നമുക്ക് ഈ ഇൻവെന്ററി മാനേജ്മെന്റിന് എന്ത് വഴിയാണ് സഹായിക്കുന്നത്, ഈ എക്സൽ ഉപയോഗിക്കുന്നതിലൂടെ സഹായകമാണ്. ക്ലിയർ ആണോ? ഇത്രയും പറയുന്നത് ക്ലിയർ ആണോ? നാലെണ്ണം: ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്, ഇൻവെന്ററി മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ 3 എണ്ണം കംപ്ലീറ്റ് ആയി കേട്ടോ. വേർഡ് പറഞ്ഞു, പവർ പോയിന്റ് പറഞ്ഞു, എക്സലും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒന്നാണ് ഇന്റർനെറ്റ്. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതില് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാ അല്ലെ. ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഇന്നുണ്ടോ? അല്ലെ, എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഒട്ടുമിക്ക ആളുകളും എന്ത് ചെയ്യാറുണ്ട്, അത് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. Internet എന്ന് പറഞ്ഞാൽ the communicating through the internet has revolutionized the people's way to connect and interact globally. ആഗോള തലത്തില് ഒരു ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ വരുത്താൻ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻസ് ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു ആളുകളുടെ ആ ഒരു കണക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഇന്ററാക്ഷൻ നടത്തുന്ന ആ ഒരു വഴിയില് വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് ഇന്റർനെറ്റ് വന്നത് അല്ലെ. ഇന്റർനെറ്റ് വന്നതിലൂടെയല്ലേ നമുക്ക് പല രീതിയിലുള്ള ആശയവിനിമയം നടത്താൻ സാധിക്കുന്നത് അല്ലെ. മുൻപുണ്ടായിരുന്ന ആ ഒരു ട്രഡീഷണൽ മെത്തേഡുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഇന്റർനെറ്റ് വന്നതോടൊരു വിപ്ലവമാണ് അവിടെ സൃഷ്ടിച്ചത് അല്ലെ. നമ്മളിപ്പോ എന്തൊക്കെ രീതിയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അല്ലെ. അതെല്ലാം എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ഈ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. ഇറ്റ് ഹാസ് ഓപ്പൺഡ് അപ്പ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് meeting places for quick and convenient communication. വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആവശ്യമായ നിരവധി മീറ്റിംഗ് പ്ലേസുകൾ നമ്മുടെ ഈ ഒരു ഇന്റർനെറ്റ് വഴി നമുക്ക് തുറന്നു കിട്ടുന്നുണ്ട് അല്ലെ. അതിൽ കുറച്ചെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്.
The communication, important aspects of communicating through internet. ഇന്റർനെറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വശങ്ങളാണ്. അതിലൊന്നാമത് ഇമെയിൽ. ഇമെയിൽ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാലോ എന്തിനു വേണ്ടിയാണ് ഇമെയിൽ ഉപയോഗിക്കുന്നതെന്നൊക്കെ, എങ്ങനെയാ ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയാലോ അല്ലേ? അറിയില്ലേ? ഇമെയിൽ ഉപയോഗിക്കാത്ത ഇമെയിൽ ഐ ഡി ഒന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ നോക്കിയേ, ഇമെയിൽ എന്ന് പറഞ്ഞാൽ is one of the most vastly used method of internet communication. വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വളരെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇമെയിൽ എന്ന് പറയുന്നത് അല്ലെ? And permit user to send and receive messages. നമുക്ക് ഇമെയിൽ ഉപയോഗിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. പറ്റുമോ? നിങ്ങൾ ഇമെയിൽ ഉപയോഗിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റില്ലേ? പറ്റും. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത? ഡോക്യുമെന്റ്സ് നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും അല്ലെ? മൾട്ടിമീഡിയ കണ്ടന്റ്സ് റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി, പെട്ടെന്ന് വേഗത്തിലും സുരക്ഷിതമായിട്ടും പല മൾട്ടിമീഡിയ കണ്ടന്റുകളാവാം, ഡോക്യുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ മെസ്സേജുകളാവാം. അത് നമുക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാനും നമുക്ക് ഇങ്ങോട്ട് റിസീവ് ചെയ്യാനും ഇമെയിലിലൂടെ സാധിക്കുന്നുണ്ട്. The email provides a flexible and asynchronous mode of communication, permitting individuals and business to communicate effectively across different time zones. എന്താണ്? Email is a flexible and asynchronous mode of communication എന്ന് പറയുന്നത്. ഒരു ഇമെയിലിലൂടെ നമുക്ക് എളുപ്പത്തില്, നല്ല വഴക്കമുള്ളതാണ്. അതുപോലെ തന്നെ asynchronous mode of എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ വേഗതയിലും കാര്യക്ഷമതയിലും ഡേറ്റകള് ആശയവിനിമയത്തിനായി കമ്പ്യൂട്ടർ സെന്ററിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളിനെയാണ് നമ്മൾ എസിൻക്രണസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എസിൻക്രണസ് ട്രാൻസ്ഫർ ഓഫ് മോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡേറ്റാസ് നമുക്ക് വളരെ വേഗതയില് കാര്യക്ഷമതയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആശയവിനിമയത്തിനായി ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ്. ആ ഒരു പ്രോട്ടോകോൾ ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗത്തിലും കാര്യക്ഷമമായിട്ട് ഈ ഡേറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഒരു ഇമെയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെ ഡേറ്റാസ് ഷെയർ ചെയ്യാം, മെസ്സേജുകൾ ചെയ്യാം, ഡോക്യുമെന്റ്സ് ചെയ്യാം. അപ്പൊ ഇതിലൂടെയൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തെ ആയിക്കോട്ടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് ടൈം സോണുകളിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ടൈം സോൺ ആണോ? പുറത്തുള്ള രാജ്യങ്ങളിൽ ടൈം സോൺ ആണോ? ആണോ? ടൈം സോൺ ഒരുപോലെയാണോ? ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? വിദേശത്തൊക്കെ വിളിക്കുന്ന ആളുകളുടെ നമ്മൾ ഇവിടുത്തെ സമയമാണ് അവരുടെ സമയം. ടൈം സോണിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. അങ്ങനെ ഒരു ടൈം സോണിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും, ഡിഫറെന്റ് ടൈം സോൺ ആണെങ്കിൽ പോലും ഒരു ഇമെയിലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നില്ലേ? അങ്ങനെ ഒരു ടൈം സോൺ ഉണ്ട്, അതുകൊണ്ട് പിന്നീട് മെസ്സേജ് ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ലല്ലോ. സമയബന്ധിത, അതെ, സമയബന്ധിതമല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ടൈം സോണിൽ നിന്നുകൊണ്ടും നമുക്ക് ഇമെയിൽസിലൂടെ പല രീതിയിൽ മെസ്സേജുകൾ കൈമാറാം, ഡോക്യുമെന്റ്സ് കൈമാറാം, മൾട്ടിമീഡിയ കണ്ടന്റുകളും കൈമാറാം. ക്ലിയർ ആണോ? ഇമെയില് നമ്മൾ ചെയ്യുന്ന ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് അല്ലെ? ഓക്കെ അല്ലേ ഇമെയില്? വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ചെയ്യാറുണ്ടോ? വോയിസ് കോളുകളും വീഡിയോ കോളുകളും ചെയ്യാറുണ്ടോ? ഇതൊക്കെ പരിചയമുള്ള എന്തോരം ഇതാണ് അല്ലെ? ലൈക്ക് കിട്ടുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ വോയിസ് ആൻഡ് വീഡിയോ കോൾസിൽ പറയുന്നത് ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇന്റർനെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് കോളോ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ വോയിസ് കോളോ വീഡിയോ കോൾ സർവീസസ് ഒക്കെ ചെയ്യാറുണ്ട്. സ്കൈപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? പല ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീം, അങ്ങനെ ഒരുപാട് എന്താണ് നമുക്ക് പലതരത്തിലുള്ള സർവീസുകൾ വീഡിയോ കോൾ ചെയ്യാൻ, വോയിസ് കോൾ ചെയ്യാനൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. And make individuals and businesses able to have real-time audio and video conversation. ഇല്ലേ? നമുക്ക് റിയൽ ടൈം ആയിട്ട് ആ യഥാർത്ഥ സമയത്ത് തന്നെ ഓഡിയോയും വീഡിയോ കോൺവെർസേഷൻസും നമുക്ക് ഒരു ഇൻഡിവിജ്വലിനാവാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിനാവാം. ഇതിലൂടെ ഈ വോയിസ് ആൻഡ് വീഡിയോ കോഴ്സുകളിലൂടെ സാധിക്കുന്നുണ്ട്. ഉണ്ടോ? നമുക്ക് റിയൽ ടൈം ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാനും വിഷ്വൽ വീഡിയോ ആയിട്ട് കാണാനും ഒക്കെ പറ്റും ഇല്ലേ?
പറ്റുമോ? അതെല്ലാം റെക്കോർഡ് ചെയ്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ല, റിയൽ ടൈം ആയിട്ടാണ് അല്ലെ. അതാ യഥാർത്ഥ സമയത്ത് തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു സൗകര്യം ഈ പറയുന്ന വോയിസ് ആൻഡ് വീഡിയോ കോൾസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സൗകര്യം കിട്ടുന്നത്? ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു സൗകര്യം കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ രണ്ടാമത്തത്? ഓക്കെ അല്ലേ? ഓ, മൂന്നാമത്തത് സോഷ്യൽ മീഡിയ. ഉപയോഗിക്കാറില്ലേ സോഷ്യൽ മീഡിയ? Social media platforms such as Facebook, Twitter, Instagram, LinkedIn. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും അല്ലെ? ഇനിയും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം അല്ലെ? How changed the way people communicate and share information online. അപ്പൊ ഓൺലൈൻ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ അവര് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന്റെ അല്ലെങ്കിൽ എങ്ങനെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന്റെ ആ ഒരു വേ അല്ലെങ്കിൽ ആ ഒരു വഴി തന്നെ മാറ്റിമറിച്ച ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് വന്നതിലൂടെ അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ നമ്മുടെ നാട്ടിൽ? സോഷ്യൽ മീഡിയ വന്നതിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്താണ് ദീസ് പ്ലാറ്റ്ഫോംസ് ഓഫർ എ വാസ്റ്റ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൂൾ. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടൂൾ നമുക്ക് ഒരു വാട്സാപ്പോ ട്വിറ്ററോ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമോ ഒക്കെ തുറന്നാൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടൂളുകൾ കാണാൻ പറ്റും അല്ലെ? സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? ലൈക്ക് അടിക്കാൻ പറ്റും, കമന്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റും, വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെ എന്തോരം കമ്മ്യൂണിക്കേഷൻ ടൂളുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ? സോ സോഷ്യൽ മീഡിയ മേക്സ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്സസ് ഏബിൾ ടു കണക്ട്, കൊളാബറേറ്റ് ആൻഡ് എൻഗേജ് വിത്ത് എ ബ്രോഡർ ഓഡിയൻസ്. ഒരു വിശാലമായിട്ടുള്ള ഒരു ഓഡിയൻസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും, സഹകരിക്കാനും എൻഗേജ് ചെയ്യാനും ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തെയോ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി സഹായിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളൊരു വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഒരു ഇൻസ്റ്റഗ്രാം ആണെങ്കിലോ എങ്ങനെയാണ്? ഒരുപാട് ഓഡിയൻസിലെ നമുക്ക് അവിടെ ഒരു വീഡിയോ ഇട്ടതിന് എത്ര പേര് എവിടേക്കൊക്കെയോ റീച്ച് കിട്ടുന്നത് അല്ലെ? ഒരുപാട് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, ഒരുപാട് ലൈക്സ് കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബ്രോഡർ ഓഡിയൻസിനെ ആ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനോ വേണ്ടി ഈ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നതിലൂടെയാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? സോഷ്യൽ മീഡിയ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അടുത്തതാണ് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. The internet-based file sharing platforms, ഇപ്പൊ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടായിരിക്കും ചില ആപ്ലിക്കേഷൻസ് ആയിട്ട് ഇല്ലേ? ഉണ്ടോ? ഗൂഗിൾ ഡ്രൈവോ അല്ലെങ്കിൽ വൺ ഡ്രൈവോ ഒക്കെ മിക്ക ഫോണുകളിലും ഉണ്ടാവും. അവർ നമ്മുടെ ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഷെയർ ചെയ്യുന്ന ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് കേട്ടോ. Make user able to share and collaborate on documents, images and other files. Documents ആയിക്കോട്ടെ, ഇമേജുകൾ ആയിക്കോട്ടെ, മറ്റു ഫയലുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ കൊളാബറേറ്റ് ചെയ്യാനും നമുക്ക് ഷെയർ ചെയ്യാനും വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. അതൊരു ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കാം. Then cloud storage services provide convenient and secure way to store and access file from anywhere. നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് സുരക്ഷിതമായിട്ടും നമ്മുടെ ഫയലുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനും എവിടെ നിന്നും നമുക്ക് ആക്സസ് ചെയ്തെടുക്കാനും സാധിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഇടമാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്. സോ ഫോസ്റ്ററിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. അതുകൊണ്ട് ചാപ്റ്ററിന് തീർപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ തീരാറായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. നമുക്കിത് ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരുമായിരിക്കും. ഓക്കെ, നോക്കി സോഷ്യൽ മീഡിയ എന്താണ് അടുത്ത് നമ്മൾ എന്താ പറയുക? ഫോസ്റ്ററിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻസ്. നമുക്ക് നല്ല രീതിയിൽ എന്താണ് ഒരു സമയബന്ധിതമല്ലാത്ത അല്ലെങ്കിൽ എന്താ ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ആശയവിനിമയവും സഹകരണവും ഒക്കെ നമുക്ക് ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ്. അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്രസന്റേഷൻ അല്ലേ ഇത്? അല്ലെ? ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ പ്രസന്റേഷൻ അല്ലേ ഇവിടെ നടക്കുന്നത്? അല്ലെ?
The internet communication permit for the hosting of webinar ആണ് ഓൺലൈൻ പ്രസന്റേഷൻ. ഒരു ഓൺലൈൻ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു വെബിനാർ നടത്തണമെങ്കിൽ അവിടെ നമുക്കൊരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ വേണം, വേണ്ടേ? സ്പീക്കേഴ്സ് ക്യാൻ ഗിവ് ഔട്ട് കണ്ടന്റ്. അവിടെ സ്പീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന സ്പീക്കേഴ്സ് എന്ത് ചെയ്യുന്നു, അവര് കണ്ടന്റ് നമുക്ക് തരുകയും ഇന്ററാക്ട് വിത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ റിയൽ ടൈം, തത്സമയം അതിലെ പാർട്ടിസിപ്പൻസുമായിട്ട് തത്സമയം എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന പോലെ ഇന്ററാക്ഷൻസ് നടത്തുന്നു, അല്ലെ? ആൻഡ് പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് GoToWebinar, WebEx facilitates initiate interactive online events. നമുക്ക് ഇങ്ങനെയുള്ള GoToWebinar, WebEx ഇങ്ങനെയുള്ള ഇടങ്ങളിലൂടെ നമുക്ക് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ ഇവന്റുകൾ നമുക്ക് നടത്താം. which enable knowledge and sharing. നമുക്ക് അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ട്രെയിനിങ് സെക്ഷൻസ് വേണമെങ്കിൽ ഇതിലൂടെയൊക്കെ നടത്താം. പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻസ് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന വെബിനാറുകളിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൂടെയൊക്കെ നമുക്ക് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകളിലൂടെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഓവറോൾ മൊത്തത്തിൽ നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനെ വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ്, അല്ലെ? അപ്പൊ നമുക്ക് വളരെ സുഖപ്രദമായി കൺവീനിയന്റ് ആയിട്ട് സൗകര്യപ്രദമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടലുകൾ നടത്താനായിട്ട് ഇന്റർനെറ്റ് സൗകര്യം വളരെ പ്രയോജനകരമാണ്. നമുക്ക് ഷെയർ ഇൻഫർമേഷൻ, അല്ലെ? നമുക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കാം. കൊളാബറേറ്റ് അക്രോസ് ഡിസ്റ്റൻസ്, എത്ര ദൂരെയാണെങ്കിലും അവരുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ സഹകരണങ്ങൾ നടത്താം. Internet has brought people closer together. നമുക്ക് എത്ര ദൂരെയാണെങ്കിലും ആളുകളെ ക്ലോസ് ആക്കി നിർത്താനായിട്ട് ഇന്റർനെറ്റ് സഹായിക്കുന്നില്ലേ, ഇല്ലേ? ഇപ്പൊ വിദേശ രാജ്യങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു, കത്തുകളിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ലെക്ചറുകളിലൂടെയൊക്കെ അല്ലേ വന്നുകൊണ്ടിരുന്നേ? സ്പീഡാക്കണമെന്നോ? സ്പീഡാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടില്ലേ സഫീറ? എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നവരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് സ്പീഡ് ആക്കാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തീർക്കുന്ന ടൈം നമുക്ക് തീർക്കാം. അതിനുശേഷം നെക്സ്റ്റ് മിസ്സിന് ഉള്ള ക്ലാസ് മുതൽ നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി പീപ്പിൾ ഫോർ ആളുകളെ എന്ത് ചെയ്യാം, വളരെയധികം ക്ലോസ്ഡ് ആയിട്ട് നിലനിർത്താൻ പറ്റും. ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി, ഒരു ആഗോളതലത്തിലെ ആളുകളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടൈം, ലൊക്കേഷൻ ഇതുപോലെയുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെയൊക്കെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാറ്റിമറിക്കാനായിട്ട് ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് വെബ് ബ്രൗസർ. യൂസ് ചെയ്യാറുണ്ടോ വെബ് ബ്രൗസേഴ്സ്? വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്? ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കാറുണ്ടോ? അപ്പൊ നോക്കിയേ, വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ദാറ്റ് മേക്സ് യൂസർ ഏബിൾ ടു ഇവാലുവേറ്റ് ആൻഡ് നാവിഗേറ്റ് ദ വേൾഡ് വൈഡ് വെബ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? വെബ് ബ്രൗസർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഇവിടെ വേൾഡ് വൈഡ് വെബിലേക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് യൂസറിന് അത് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഉപയോഗിക്കുന്ന ആ ഒരു യൂസറിന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ആൻഡ് നാവിഗേറ്റ് ദ വേൾഡ് വൈഡ് വെബ്, www. എന്നല്ലേ നമ്മൾ ആ ഒരു വേൾഡ് വൈഡ് വെബിലേക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും അതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവാനും സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. They provide a graphical user interface for individual to interact with the website. അപ്പൊ ഇതിലൂടെ നമുക്ക് വെബ്സൈറ്റുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. സെർച്ച് ഫോർ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇല്ലേ? കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിളുകളാണ് ഗൂഗിൾ ക്രോം, മോസില്ല, ഫയർഫോക്സ് ഒക്കെ. കണ്ടിട്ടുണ്ടല്ലോ? ഈ വെബ് ബ്രൗസറിൽ നമ്മൾ എന്താണ് നമുക്ക് അറിയേണ്ടത്, ആ വെബ്സൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും, അല്ലെ? അപ്പൊ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും? ആ ഒരു വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ഇല്ലേ? നമുക്ക് ആ ഒരു വെബ് പേജിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഓൺലൈൻ കണ്ടന്റുകൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ. അപ്പൊ അതിന്റെ മോസില്ല, ഫയർഫോക്സ് ഒക്കെ ഇതുപോലെ ഗൂഗിൾ ക്രോം പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ഫോണിൽ ഇല്ലായിരിക്കും, പക്ഷെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ഗൂഗിൾ ക്രോം പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ മോസില്ല, ഫയർഫോക്സ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. Then here are some important points about web browsers. Web browsersനെ കുറിച്ചുള്ള കുറച്ച് important points ആണ്. അതിൽ ഒന്നാമത്തേതാണ് യൂസർ ഇന്റർഫേസ്.
എന്ന് വെച്ചാൽ വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് വിത്ത് ആസ്പെക്ട്സ് ലൈക്ക് അഡ്രസ് ബാർസ്, ബുക്ക് മാർക്സ്, നാവിഗേഷൻ ബട്ടൺ. കണ്ടിട്ടുണ്ടോ ഇത്? വെബ് ബ്രൗസർ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ അഡ്രസ് ബാർ ഉണ്ട്, മുകളിൽ കണ്ടിട്ടില്ലേ? നമുക്ക് അഡ്രസ് ബാർ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഏതോ വെബ് പേജിലേക്കാണോ പോയെ ആ വെബ് പേജിന്റെ അഡ്രസ് ബാർ ഇങ്ങനെ തെളിഞ്ഞു വരും. കണ്ടിട്ടുണ്ടോ? www.http എന്നൊക്കെ പറഞ്ഞിട്ട് ബാറൊക്കെ ഇട്ടിട്ട് അഡ്രസ് ബാർ കണ്ടിട്ടില്ലേ? അതുപോലെ ബുക്ക് മാർക്സ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു പേജിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നാവിഗേഷൻ ബട്ടണുകൾ ഉണ്ടാവും, മറ്റേതെങ്കിലും വെബ് പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. പെർമിറ്റ് യൂസർ ടു ഗെറ്റ് ഇൻ ടു വെബ്സൈറ്റ് അഡ്രസ്, URLs കണ്ടിട്ടുണ്ടോ? URLs അതെ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ്. അങ്ങനെയുള്ള യൂസർ വെബ്സൈറ്റ്സുമായി ബന്ധപ്പെട്ട ഈ URLs, വെബ്സൈറ്റ് അഡ്രസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ആ വെബ് പേജുകള് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു വെബ് ബ്രൗസേഴ്സ് കൊണ്ടുവന്ന് തരികയും അതിലൂടെ നമുക്ക് ആ ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്ന അല്ലെങ്കിൽ ആകർഷണീയമായ രീതിയിലായിരിക്കും ആ ഒരു എന്ത് ചെയ്യുന്നത്, ആ ഒരു വെബ് പേജുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ ഒരു വെബ് പേജിലൂടെ നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് എടുക്കാനും പറ്റും. അതാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെൻഡറിംഗ് വെബ് പേജസ് എന്ന് വെച്ചാൽ ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് എഞ്ചിൻ ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. അതായത് ഇവിടെ റെൻഡറിംഗ് വെബ് പേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കേട്ടുകാണല്ലോ, HTML, ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്താ? കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജിലായിരിക്കും അവിടുത്തെ ഡേറ്റാസും കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ നമുക്കത് കാണുന്നത് എങ്ങനെയാ? നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലേ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് അല്ലെ? അപ്പൊ ഒരു വെബ് ബ്രൗസർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഇത് ഈ പറയുന്ന HTML, ജാവാസ്ക്രിപ്റ്റ് പോലെയുള്ള ആ ലാംഗ്വേജുകളെ അത് എന്ത് ചെയ്യുന്നു? ഇന്റർപ്രറ്റ് ചെയ്ത് പരിഭാഷപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതെ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് ആ ഒരു വിഷ്വൽ കണ്ടന്റ് ആക്കി നമുക്ക് സ്ക്രീനിലേക്ക് തരാം. അതാണ് റെൻഡറിംഗ് വെബ് പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വെബ് ബ്രൗസർ ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് വിഷ്വലി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രീനിലേക്ക് എത്തിച്ചു തരുന്നത്. ക്ലിയർ ആണോ റെൻഡറിംഗ് വെബ് പേജ്? അടുത്തതാണ് ടാബ്ഡ് ബ്രൗസിംഗ്. Tablet browsing എന്ന് പറഞ്ഞാൽ tablet browsing is an accepted feature in web browser that permit user to open multiple web pages within a single browser window. ഇപ്പൊ നമുക്ക് ഒരൊറ്റ ബ്രൗസർ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വെബ് ബ്രൗസേഴ്സ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുമോ? ടാബുകളില് ഒരു ടാബ് നമ്മൾ ഓപ്പൺ ചെയ്തു, ഒരു പേജിലേക്ക് പോയി. നമുക്ക് വേണമെങ്കിൽ അടുത്ത ന്യൂ ടാബ് ആഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അടുത്ത വേറെ ഏതെങ്കിലും വെബ് പേജ് സെർച്ച് ചെയ്യാം ഇല്ലേ? നമ്മൾ ഒരുപാട് ടാബുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റ് എ ടൈം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? അത് ചെയ്യാറുണ്ടോ? ചെയ്യാറില്ലേ? ഇപ്പൊ ഒരു ടാബിൽ ഉപയോഗിച്ച് നമ്മൾ ഇത് സെർച്ച് ചെയ്തു, ഒരു വെബ് പേജിലേക്ക് കയറി. നമുക്കിനി വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യണം, അതേ സമയം തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ന്യൂ ടാബ് എടുക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത സെർച്ച് ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരേ സമയം തന്നെ പല ടാബുകളിലൂടെ പല സെർച്ചിങ് ചെയ്യാൻ പറ്റും സിംഗിൾ ബ്രൗസർ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട്. ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. നമുക്ക് ആ ഒരു ഹിസ്റ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ബ്രൗസേഴ്സ് മേക്ക് യൂസർ ഏബിൾ ടു ബുക്ക് മാർക്ക് ദെയർ മോസ്റ്റ് ലൈക്ക് വെബ്സൈറ്റ് ഫോർ അസസ്. അപ്പൊ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് തന്നെ നമുക്ക് ഇഷ്ടമായി, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇത് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു ബുക്ക് മാർക്ക് ചെയ്തതിന്റെ ലിസ്റ്റിൽ നിന്നും ആ ഒരു വെബ്സൈറ്റ് എളുപ്പത്തിൽ നമുക്ക് അസസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലൂടെ നമുക്ക് ഏതൊക്കെ വെബ് ബ്രൗസേഴ്സിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് പിന്നീട് വേണമെങ്കിൽ അതിൽ കയറണമെങ്കിൽ ആ ഹിസ്റ്ററി ഉപയോഗിച്ചാൽ സാധിക്കുന്നതാണ്. They also keep a browsing history permitting user to revisit formerly visited website page. അപ്പൊ നമ്മൾ തലേ ദിവസം ചിലപ്പോൾ ഒരു സൈറ്റിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അന്നേരം വലിയ ആവശ്യമൊന്നും വന്നാണില്ല, പിറ്റേ ദിവസമാണ് നമുക്ക് ആ ഒരു സൈറ്റിൽ പിന്നെയും കയറണം എന്നൊരു ആവശ്യം വന്നാൽ നമുക്ക് ആ ഒരു ഹിസ്റ്ററി നോക്കിയാൽ മതി അല്ലെ? ആ ഒരു ഹിസ്റ്ററിയിൽ നിന്നും ആ ഒരു വെബ്സൈറ്റ് കണ്ടെത്താനും അതിലേക്ക് കയറാനും എളുപ്പത്തിൽ സാധിക്കും. അതാണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ലാസ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. Web browsers give priority to security and privacy. നമ്മുടെ പ്രൈവസി അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കൊക്കെ
ഉറപ്പുവരുത്തുന്ന അങ്ങനെയുള്ള സെക്യൂരിറ്റിയും പ്രൈവസിക്കും ഒക്കെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു മുൻഗണന. ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി 4th പോയിന്റ് ആണോ എന്നാണ് ഇതിന്റെ കൂടെ തന്നെ പറയുന്നതാണ് കേട്ടോ. ഇതിന്റെ കൂടെ പറയുന്നതാണ് ആ ഒരു ടാബുഡ് ബ്രൗസിങ്ങിന്റെ കൂടെ തന്നെ പറയുന്നതാണ്. ഇത് ഒരുമിച്ച് വരുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നോക്കിയേ, സെക്യൂരിറ്റി ആണ് പ്രൈവസിയിൽ പറയുന്നത്. സെക്യൂരിറ്റിക്കും പ്രൈവസിക്കും ഒക്കെ ഒരു മുൻഗണന ഈ വെബ് ബ്രൗസർ കൊടുക്കുന്നുണ്ട്. ഫീച്ചർ ടു പ്രൊട്ടക്ട് യൂസർ ഡേറ്റ, നമ്മൾ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഡേറ്റാസ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളൂ. ആൻഡ് പ്രൊവൈഡ് എ സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ്. അപ്പൊ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു ബ്രൗസിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വെബ് ബ്രൗസേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്. ഇത്രയും നോക്കിയല്ലേ. സോ പോപ്പുലർ വെബ് ബ്രൗസർ കൺസിസ്റ്റ് ഓഫ് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഒപ്പേറ. ഇതെല്ലാം പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസറുകളാണ്, നമ്മൾ ഉപയോഗിക്കാറുള്ള പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് ആണ്. അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേറ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. അത് ചോദിക്കാറുണ്ട്. ഇതിൽ എക്സാമ്പിളുകളിൽ ഉൾപ്പെടുന്നവ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഇത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. Then users have the flexibility to select the browser that best suit their preference, needs and platform of choice. ഒരു യൂസറിന് അവർക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അല്ലെ. ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ലല്ലോ മറ്റാൾക്ക് ഇഷ്ടപ്പെടുക അല്ലെ. ചിലപ്പോൾ ഗൂഗിൾ ക്രോം ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ മോസില്ല ഫയർഫോക്സ് ആയിരിക്കും ഇഷ്ടം. അപ്പൊ അവരുടെ ബ്രൗസറിന്റെ പ്രിഫറൻസിനനുസരിച്ച് അവർക്ക് ഇതിൽ ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ ഗൂഗിൾ ക്രോമില് മോസില്ല ഫയർഫോക്സിലൊക്കെ സെർച്ച് ചെയ്യുന്നത്. ഇതാണ് മോസില്ലയുടെ ചോദിച്ചില്ലായിരുന്നു ആരോ. മോസില്ല ഫയർഫോക്സിൽ നമ്മൾ ഇതാണ് കേട്ടോ പേജ് തുറന്നു വരിക. നമുക്ക് ഗൂഗിളില് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ഗൂഗിൾ ക്രോം ആണ്. ക്രോമിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? അടുത്ത ഭാഗം തുടങ്ങാം. വേണ്ട, മതി മതി. ഓക്കെ, മതി എങ്കിൽ മതി. ഇനി മതി. ഓക്കെ, ഓൺലൈൻ സെക്യൂരിറ്റി മുതൽ അടുത്തൊരു സെക്ഷൻ ആണ്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. ഓൺലൈൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നിങ്ങൾ കേട്ടു കാണും, മാൽവെയർസ് കേട്ടിട്ടില്ലേ? വൈറസുകള്, ഫിഷിംഗ്, ഐഡന്റിറ്റി തെഫ്റ്റ് കേട്ടിട്ടുണ്ടോ? സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് കുറെ ടേംസ് നമ്മൾ കേൾക്കാറില്ലേ? അത് തന്നെയാ പറയാനുള്ളൂ കേട്ടോ. അതൊക്കെ ഈ ഓൺലൈൻ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ മാൽവെയർ അതെന്താണ്, അതുപോലെ ഫിഷിംഗ് എന്താണ്, ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്, പിന്നെ ഡേറ്റ ബ്രെഞ്ച് എന്താണ്, അതുപോലെ ഇൻസൈഡർ ത്രെറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഒരുമിച്ച് നമുക്ക് ഓൺലൈൻ സെക്യൂരിറ്റിയുടെ ഇതിൽ പറയാം. ഓക്കെ, അപ്പൊ ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന് തയ്യാറായിട്ട് വരാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ്. അതിന്റെ നോട്ട് കൂടി ഒന്ന് കയ്യിൽ കരുതണം കേട്ടോ. താങ്ക് യു.